ഹലോ ഫ്രണ്ട്സ്, പുതിയ ലെക്ചറിലേക്ക് സ്വാഗതം. ഫോർത്ത് മൊഡ്യൂളാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫോർത്ത് മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് 3 ടോപ്പിക്കുകളാണ് വരുന്നത്. ഒന്ന് ടൈമർ, സെക്കൻഡ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് തേർഡ് ഇന്ററപ്റ്റ്. 8051 മൈക്രോ കൺട്രോളറിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്സുകളാണ് ഇത്. ഈ 3 ടോപ്പിക്കുകൾ ഇല്ലാതെ 8051 ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. അതിലെ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആയിട്ടുള്ള സെക്ഷനാണ് ടൈമർ എന്ന് പറയുന്നത്. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ടൈമർ ഇൻ 8051 മൈക്രോ കൺട്രോളർ ആണ് കാണാൻ പോകുന്നത്. പെർഹാപ്സ് 8051 മൈക്രോ കൺട്രോളറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എക്സാംസിനൊക്കെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും ഈ ഒരു സെക്ഷനിലായിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മളിത് കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇതിനോട് റിലേറ്റഡ് ആയിട്ട് തന്നെ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഇന്ററപ്റ്റ്സും സീരിയൽ പോർട്സും ഒക്കെ വളരെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചാൽ തന്നെ മറ്റേത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലായിക്കോളും. ഓൾ ആർ റിലേറ്റഡ്. ഓക്കെ, സോ വാട്ട് ഈസ് എ ടൈമർ? ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്? നമ്മൾ ഒരു ഡിലേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇറ്റ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ ഡിലേ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു 10 സെക്കൻഡ്സിന് ശേഷം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കണം, അല്ലെങ്കിൽ ഒരു 1 hourന് ശേഷം ഐ വാണ്ട് ടു ഡു സംതിങ്. നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ വി ഹാവ് ടു മേക്ക് സം ഡിലേ. പ്രീവിയസ് ലെക്ചേഴ്സിലൊക്കെ സി പ്രോഗ്രാമിംഗ് പഠിച്ച സമയത്ത് നമ്മൾ ഡിലേ ജനറേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മളൊരു പ്രോഗ്രാമിനകത്ത് തന്നെ ഒരു ലൂപ്പ് ഒക്കെ എഴുതിയിട്ട് അതിനകത്ത് നോ ഓപ്പറേഷൻസ് പോലെ ഒരു ഓപ്പറേഷൻസും കൊടുക്കാതെ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ട് ഡിലേ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേസിക്കലി സോഫ്റ്റ്വെയർ ഡിലേസ് ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഡിലേക്കുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഡിലേ ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പ്രോസസ്സർ തന്നെയാണ്. സോ ഈ ഓരോ എക്സിക്യൂഷനും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രോസസ്സർ അവിടെ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രോസസ്സറിന് അറ്റ് ദാറ്റ് ടൈം നമുക്ക് മറ്റൊരു പരിപാടികളും ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമുക്ക് ഡിലേ ജനറേറ്റ് ആവുന്നുണ്ടെങ്കിലും പ്രോസസ് ഇസ് ഗെറ്റിംഗ് ബിസി. സോ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മൈക്രോവേവിന്റെ എക്സാമ്പിൾ എടുക്കാം. സോ മൈക്രോവേവ് റൺ ചെയ്യണമെങ്കിൽ ഒരു പ്രോസസ്സർ, അതിനകത്തുള്ള പ്രോസസ്സർ എന്തൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടി വരും? മേ ബി നമ്മളൊരു 10 minutes ടൈമർ നമ്മൾ മൈക്രോവേവിൽ കൊടുക്കുകയാണ്. ഓക്കെ, സോ ഈ മൈക്രോവേവിൽ നമ്മൾ 10 minutes കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോസസ്സർ ഈ ടൈമർ മാത്രം റൺ ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? പോരാ. അതേ സമയത്ത് നമുക്കവിടെ ടെമ്പറേച്ചർ കൺട്രോൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മോട്ടർ വെച്ചിട്ട് അതിൻ്റെ റൊട്ടേഷൻ വരുന്നുണ്ട്. സോ അവിടെ ഒരു മോട്ടർ കൺട്രോൾ വരും. മേ ബി ഡിസ്പ്ലേയിങ് ദ ടെമ്പറേച്ചർ ഓർ ഡിസ്പ്ലേയിങ് ദ ടൈമർ ഒക്കെ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട സമയത്ത് അവിടെ പ്രോസസ്സർ ഈ ഡിലേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ബിസി ആയിട്ടുണ്ടെങ്കിൽ സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്കവിടെ വരില്ല. സോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സറിന്റെ കൂടെ നമ്മളൊരു എക്സ്ട്രാ ടൈമറും കൂടെ കൊടുക്കും. സോ ടൈമർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ സെപ്പറേറ്റ് ഹാർഡ്വെയർ സെക്ഷൻ. ഓക്കെ, സോ പ്രോസസ്സർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പ്രോസസ്സറിന് ഒരു ഡിലേ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സർ ഈ ടൈമറിന്റെ അടുത്ത് പറയും ഐ നീഡ് ദിസ് മച്ച് ഡിലേ. സോ ഡിലേ കഴിയുന്ന സമയത്ത് നീ എന്നോട് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ പ്രോസസ്സർ ഒരു വർക്ക് ടൈമറിന് കൊടുക്കും. ടൈമർ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൗണ്ടിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കൗണ്ടിങ് കഴിഞ്ഞ് നമ്മൾ പ്രോസസ്സർ പറഞ്ഞ ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ടൈമർ എന്ത് ചെയ്യും? പ്രോസസ്സറിനേക്ക് ഈ സാധനം പറയും. പ്രോസസ്സർ ഈ ടൈമിൽ എന്താണോ ചെയ്യേണ്ടത് ആ സാധനം അവിടെ ചെയ്യും. സോ ഇങ്ങനെ വരുന്നത് ടൈമർ ബേസ്ഡ് ഓപ്പറേഷൻ വരുന്നതിനെ നമ്മൾ ഹാർഡ്വെയർ ഡിലേ എന്നാണ് പറയുക. ഓക്കെ, സോ ദർ ആർ സോഫ്റ്റ്വെയർ ഡിലേ ആൻഡ് ഹാർഡ്വെയർ ഡിലേ. സോഫ്റ്റ്വെയർ ഡിലേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈസി ആണ്, നമുക്ക് എക്സ്ട്രാ ഹാർഡ്വെയർ ഒന്നും അവിടെ വരുന്നില്ല. പക്ഷേ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോസസ്സർ വിൽ ബി ബിസി. സോ അതുകൊണ്ട് ആണ് നമ്മൾ ഹാർഡ്വെയർ ഡിലേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ 8051 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് 2 ടൈമേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ദർ ആർ ടൈമർ 0 ആൻഡ് ടൈമർ 1. ഓക്കെ, 2 ടൈമേഴ്സ്, രണ്ടും 16-bit ടൈമേഴ്സ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, സോ 16-bit ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും വരിക? നമുക്ക് 0000 ടു FFFF വരെയുള്ള കൗണ്ടിങ് നമുക്കവിടെ നടക്കും. 64K കൗണ്ടിങ്സ് നമുക്കവിടെ നടത്താൻ പറ്റും. ആൻഡ് ദീസ് 2 ആർ ഇൻഡിപെൻഡന്റ് ടൈമേഴ്സ്. നമുക്ക് 2 ടൈമേഴ്സ് അവിടെ നമുക്ക് സൈമൾട്ടേനിയസ്ലി യൂസ് ചെയ്യാൻ പറ്റും. ഈ ടൈമർ തന്നെ നമുക്ക് കൗണ്ടേഴ്സ് ആയിട്ടും യൂസ് ചെയ്യാം. സോ എന്താണ് ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ കമ്മിങ് സ്ലൈഡ്സിൽ മനസ്സിലാക്കുന്നതാണ്. ഓക്കെ, 16-bit ടൈമേഴ്സ് ആണ് നമുക്കിവിടെ വരുന്നത് അല്ലേ? നമ്മുടെ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ 8-bit പ്രോസസ്സർ. സോ 16-bit ഓപ്പറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യണം? നമുക്കവിടെ ഈ ഒരു 16-bit വാല്യൂ സേവ് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അല്ലേ? സോ 16-bit വാല്യൂ സേവ് ചെയ്ത് വെക്കാൻ തന്നെ നമുക്കവിടെ എന്ത് വേണം? 2 8-bit രജിസ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ 16-bit നമ്പർ സേവ് ചെയ്യാൻ പറ്റൂ. സപ്പോസ് നമ്മൾ ടൈമറിനകത്തേക്ക് ഒരു വാല്യൂ ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ വാല്യൂ ലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? 2 8-bit രജിസ്റ്റേഴ്സ് വേണം. എന്നാൽ മാത്രമേ ആ 16-bit നമുക്കവിടെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിലൊക്കെ ഒരുപാട് കണ്ടതാണ് ഈ 16-bit സേവ് ചെയ്യുന്നത് 2 ഇത് വെച്ചിട്ടാണ്. നമുക്കറിയാം ദർ
ആർ 21 സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഇൻ 8051. അതിൽ നമുക്ക് 2 ടൈമേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന 4 സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇതിൽ ലോവർ ബിറ്റ് സേവ് ചെയ്യുന്നത് TL എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്ററിലും ഹയർ ബിറ്റ് സേവ് ചെയ്യുന്നത് TH എന്ന് പറയുന്ന രജിസ്റ്ററിലാണ്. അതിൽ ടൈമർ 0 ആണെങ്കിൽ TL0, അതേപോലെ തന്നെ ഹയർ ബിറ്റിന് TL0 എന്നും, ടൈമർ 1 ആണെങ്കിൽ അതിനെ TL1 എന്നും TH1 എന്നും നമ്മൾ വിളിക്കും. ഓക്കെ, ഇപ്പോൾ ടൈമർ 0 ആണെങ്കിൽ നമുക്ക് ഇതുപോലെ TL0 എന്ന് പറഞ്ഞിട്ട് ഒരു 8 ബിറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഹയർ ബിറ്റ് സേവ് ചെയ്യാൻ വേണ്ടി TH0 എന്ന് പറഞ്ഞിട്ട് ഒരു 8 ബിറ്റ് ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ റീസെറ്റ് അഡ്രസ് എന്ന് പറയുന്നത് 8CH ആൻഡ് 8AH ആണ്. സോ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 8-bit രജിസ്റ്റേഴ്സ്, TL0 ആൻഡ് TH0. ഓക്കെ, അതേപോലെ തന്നെ ടൈമർ 1നും ഇതേപോലെ തന്നെയാണ് വരുന്നത്. നമുക്ക് TL1 എന്ന് പറഞ്ഞിട്ട് ഒരു 8-bit രജിസ്റ്റർ വരുന്നുണ്ട്, അതുപോലെ TH1 എന്ന് പറഞ്ഞിട്ട് ഒരു 8-bit രജിസ്റ്റർ വരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ടൈമർ 0 ആൻഡ് ടൈമർ 1 നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത് 4 രജിസ്റ്റേഴ്സിലായിട്ടാണ്. അതിന്റെ റീസെറ്റ് അഡ്രസ് ആണ് ദിസ് വൺ. സോ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് പഠിച്ച സമയത്ത് നമ്മൾ ഈ സാധനങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. സോ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ടൈമറിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണിത്. ഈ സെക്ഷൻ കറക്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ടൈമർ എന്താണെന്നുള്ളതും ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ടോപ്പിക്സുകളും എല്ലാം മനസ്സിലാവുന്നതാണ്. സോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, സോ നമുക്ക് ടൈമർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോസസ്സർ ടൈമറിനോട് പറയണം എനിക്ക് ഇത്ര ഡിലേ ആണ് വേണ്ടത്. ടൈമറിനകത്തേക്ക് ഒരു കൗണ്ട് നമ്മൾ ലോഡ് ചെയ്യാനുണ്ട്. ഓക്കെ, സം വാല്യൂ, മേ ബി 5 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് നമ്മൾ ലോഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, സോ നമുക്കറിയാം 16-bit ടൈമർ ആണ്. സോ ഒരു 16-bit വാല്യൂ നമുക്ക് അതിലേക്ക് കൊടുക്കണം. സോ 0005H എന്ന് പറയുന്നത് ഇറ്റ്സ് എ 16-bit നമ്പർ. സോ ഇതിനകത്തേക്ക് നമ്മളൊരു കൗണ്ട് വാല്യൂ കൊടുക്കുകയാണ്. സോ 8051 വരുന്ന നമ്മൾ പറഞ്ഞിരുന്നു ദർ ഈസ് 2 16-bit ടൈമർ ആണ് വരുന്നത്. ഈ 16-bit ടൈമർ എന്ന് പറയുന്ന രണ്ടും കൗണ്ട് ചെയ്യുന്നത് അപ്പ് കൗണ്ടർ ആയിട്ടാണ്. നമുക്ക് ബേസിക്കലി 2 കൗണ്ടേഴ്സ് ആണ് വരുന്നത്. നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അപ്പ് കൗണ്ടേഴ്സ് ആൻഡ് ഡൗൺ കൗണ്ടേഴ്സ്. നമ്മൾ 5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ അപ്പ് കൗണ്ടർ ആണെങ്കിൽ എങ്ങനെ കൗണ്ട് ചെയ്യുക? 5 6 7 8 9 10 എന്ന് പറഞ്ഞിട്ട് മുകളിലോട്ടാണ് കൗണ്ട് ചെയ്യുക. ഡൗൺ കൗണ്ടർ ആണെങ്കിൽ 5 4 3 2 1 എന്ന് പറഞ്ഞിട്ട് ഡൗൺ കൗണ്ടർ ആണ്. സോ അത് ചോയ്സ് ആണ്. സോ 8051 വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ് കൗണ്ടേഴ്സ് ആണ്. സോ ഈ അപ്പ് കൗണ്ടർ ആണെങ്കിൽ കൗണ്ടിങ് നടക്കുന്നത് എങ്ങനെയായിരിക്കും? മുകളിലോട്ടായിരിക്കും. സോ അപ്പ് കൗണ്ടേഴ്സ് നടക്കുന്നത് 5 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്താ അവിടെ സംഭവിക്കുക? 5 6 7 8 എന്ന് പറഞ്ഞിട്ട് കൗണ്ടിങ് നടക്കും. അപ് ടു ഏത് വരെയാണ് കൗണ്ടിങ് നടക്കുക? FFFF വരെ കൗണ്ടിങ് നടക്കും. ഓക്കെ, FFF എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? ഈ ടൈമർ എന്ത് ചെയ്യും? FFF കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് 0000 എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാല്യൂയിലേക്ക് റീസെറ്റ് ചെയ്യാണ് ചെയ്യുക. സോ ഈ റീസെറ്റ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നത് ഓവർഫ്ലോ എന്നാണ്. ഓക്കെ, സോ ടൈമർ ഓവർഫ്ലോ ആണ് അവിടെ സംഭവിക്കുന്നത്. സോ ഈ ഒരു കൗണ്ടിങ് നടക്കുന്ന സമയത്ത് പ്രോസസ്സർ എന്താണ് ചെയ്യുക? പ്രോസസ്സർ ഇങ്ങനെ ഓരോ ടൈമും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമോ? ടൈമർ ആയോ, ടൈമറിന്റെ ടൈം ആയോ, അല്ലെങ്കിൽ എനിക്ക് റൺ ചെയ്യേണ്ട പ്രോസസ്സിന്റെ ടൈം ആയോ? ഇല്ല, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കില്ല. പ്രോസസ്സർ എന്ത് ചെയ്യും? പ്രോസസ്സർ ഈ ഒരു ടൈമും കൗണ്ട് ടൈമറിന് കൊടുത്തതിന് ശേഷം ടൈമറിന്റെ അടുത്ത് പറയും നീ കൗണ്ട് ചെയ്തോ. കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ ഈ കൗണ്ട് തീരുന്നത് ആ സമയത്ത് എന്നെ അറിയിക്കാൻ പറയും. ഏതൊരു മൈക്രോ പ്രോസസ്സറിലും വരുന്ന ഒരു സാധനമാണ് ഫ്ലാഗ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് മൈക്രോ പ്രോസസ്സറിനോട് ഇന്ന കാര്യം സംഭവിച്ചു എന്ന് നമ്മൾ ഒരു ഇന്ററപ്റ്റിലൂടെയാണ് അംഗീകരിക്കുന്നത്. സോ ഈ ഒരു ഇന്ററപ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിറ്റ് അവിടെ 1 ആവുകയാണ് ചെയ്യുക. സോ 8051 ഇതേപോലെ ടൈമർ ഓവർഫ്ലോ ആവുന്ന സമയത്ത് ദർ ഇസ് എ ബിറ്റ്. ആ ബിറ്റ് എന്ന് പറയുന്നത് ടൈമർ 0 ആണെങ്കിൽ TF0യും ടൈമർ 1 ആണെങ്കിൽ TF1 എന്നും പറയുന്ന 2 ബിറ്റുകൾ ഉണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ കമ്മിങ് സ്ലൈഡ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ടൈമർ 0ന് ഒരു ഓവർഫ്ലോ ഫ്ലാഗ് ഉണ്ട്, ടൈമർ 1ന് ഒരു ഓവർഫ്ലോ ഫ്ലാഗ് ഉണ്ട്. സപ്പോസ് ടൈമർ 0 ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വെനെവർ ദിസ് ഓവർഫ്ലോ ഹാപ്പൻസ് TF0 എന്ന് പറയുന്ന ടൈമർ 0ക്ക് TF0 ആണ്. TF0 എന്ന് പറയുന്നത് എന്താവും? 1 ആവും. സോ ഈ 1 എപ്പോഴാണോ ആകുന്നത് അപ്പോൾ പ്രോസസ്സറിന് മനസ്സിലാവും എനിക്ക് ചെയ്യേണ്ട ടാസ്ക് അവിടെ ടൈമായി. സപ്പോസ് നമ്മുടെ മൈക്രോ പ്രോസസ്സർ ഒരു പ്രോസസ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ടൈം പോയിന്റിലാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? നമ്മളുടെ ഓവർഫ്ലോ ഫ്ലാഗ് എന്ന് പറയുന്നത് 1 ആവുന്നത്. ഓക്കെ, ഈ ഓവർഫ്ലോ ഫ്ലാഗ് 1 ആവുന്ന സമയത്ത് പ്രോസസ്സറിന് മനസ്സിലാവും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പ്രോസസ്സർ എന്ത് ചെയ്യും? അത് അതിന്റെ അടുത്ത ISRലേക്ക് പോകും. ISR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ററപ്റ്റ് സർവീസ് റുട്ടീൻ ആണ്. നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. സോ ഈ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് അടുത്ത ISRലേക്ക് പോയിട്ട് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുക. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം അത് ഫിനിഷ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും? തിരിച്ച് പഴയ പ്രോസസ്സിലേക്ക് തന്നെ അത് വന്നിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാണ് അവിടെ ചെയ്യുക. സോ ഈ ഒരു പ്രോസസ്സാണ് ബേസിക്കലി അവിടെ സംഭവിക്കുന്നത്. സോ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക,
ഇവിടെ TF0 എന്ന് പറയുന്നത് 1 ആയപ്പോഴാണല്ലോ നമ്മുടെ പ്രോസസ്സർ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ISRലേക്ക് പോയത്. ഈ ISRലേക്ക് പോകുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാഗ് TF0 എന്ന് പറയുന്നത് ഓട്ടോ ക്ലിയർ ആവുകയാണ് ചെയ്യുക. സോ TF0 1 ആയ സമയത്താണ് അവിടെ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് ISRലേക്ക് പോയത്. പക്ഷെ ISRലേക്ക് പോകുന്ന ആ ഒരു ടൈമിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോ ക്ലിയർ ആവുകയാണ് ചെയ്യുക. ഓട്ടോ ക്ലിയർ ആയിട്ട് ഈ പ്രോസസ്സർ അത് ബാക്കി ISR കണ്ടിന്യൂ ചെയ്യുന്നു ആൻഡ് തിരിച്ചു വരുന്നു. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി അവിടെ സംഭവിക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. നമുക്കൊരു കൗണ്ടർ ലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഈ കൗണ്ടർ നമ്മളവിടെ ലോഡ് ചെയ്യുന്നു. കൗണ്ടർ ലോഡ് ചെയ്യുന്ന സമയത്ത് 5 എന്ന് പറയുന്ന ഒരു നമ്പർ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ കൗണ്ടിങ് അവിടെ നടക്കുക? ബേസിക്കലി നമ്മളവിടെ ഒരു ക്ലോക്ക് വരുന്നുണ്ട് അല്ലെ? ഈ ക്ലോക്ക് ഓരോ ക്ലോക്ക് പൾസിലുമാണ് നമുക്ക് കൗണ്ടിങ് നടക്കുക. സോ ഈ ക്ലോക്ക് ഫ്രീക്വൻസിയുടെ സ്പീഡിലാണ് നമുക്കിവിടെ കൗണ്ടിങ് നടക്കുന്നത്. സോ 5 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുകയാണെങ്കിൽ സിൻസ് ഇറ്റ്സ് ആൻ അപ്പ് കൗണ്ടർ 5 6 7 8 എന്ന് പറഞ്ഞിട്ട് കൗണ്ടിങ് നടക്കും. അപ് ടു FFFF വരെ കൗണ്ടിങ് നടക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത സൈക്കിളിൽ എന്ത് സംഭവിക്കും? TF0 എന്ന് പറയുന്നത് 1 ആവും. ദാറ്റ് ഇസ് ഓവർഫ്ലോ ഹാപ്പനിങ്. ഓവർഫ്ലോ ആയിട്ട് അഗെയിൻ 0-ൽ നിന്ന് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യും. സോ ഈ ഓവർഫ്ലോ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ഓവർഫ്ലോ ഫ്ലാഗ് TF0 എന്ന് പറയുന്ന അല്ലെങ്കിൽ TF1 എന്ന് പറയുന്ന ഫ്ലാഗ് 1 ആവുന്നു. 1 ആവുന്ന സമയത്ത് പ്രോസറിന് മനസ്സിലാവും ദർ ഇസ് ആൻ ഇന്ററപ്റ്റ്. സോ ഈ ഒരു ഫ്ലാഗ് 1 ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇന്ററപ്റ്റ് വരാണ്. സോ പ്രോസർ എന്ത് ചെയ്യും? ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അവിടുന്ന് നേരെ ISRലേക്ക് പോവുകയാണ്. സോ ISRലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഫ്ലാഗ് ഓട്ടോ ക്ലിയർ ആവുന്നു ആൻഡ് ISR കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് പഴയ പൊസിഷനിൽ പോയിട്ട് അവിടുന്ന് ബാക്കി പ്രോസസ് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ബേസിക്കലി അവിടെ സംഭവിക്കുക. സോ ഇത് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു ഡൗട്ടാണ്, എനിക്ക് 5 കൗണ്ട് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ 5 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 5 കൗണ്ട് ആണോ നമുക്ക് ഇവിടെ സംഭവിക്കുന്നത്? അല്ല അല്ലേ? സോ ഇറ്റ്സ് എൻ അപ്പ് കൗണ്ടർ. അപ്പ് കൗണ്ടർ ആണെങ്കിൽ നമുക്ക് 5 കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഈ FFFF എന്ന് നമ്മൾ 5 വാല്യൂ കുറയ്ക്കുകയാണ് വേണ്ടത് അല്ലേ? അങ്ങനെയാണോ? ബേസിക്കലി അങ്ങനെയല്ല. സോ നമുക്ക് നോക്കാം. FFF എന്ന് നമ്മൾ 5 മൈനസ് ചെയ്യാമെന്ന് വിചാരിക്കുക. സോ 5 കുറച്ച് കഴിഞ്ഞാൽ എന്താ വരിക? FFF എന്ന് വരുമ്പോൾ FFFE DCB A എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അതായത് FFF A എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമുക്ക് അവിടെ വരുന്നത്. സോ A കഴിഞ്ഞ് കഴിഞ്ഞാൽ BCDEF, അതായത് 1 2 3 4 5. നമ്മൾ FFF A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 സൈക്കിളിൽ നമുക്ക് എന്ത് കിട്ടും? FFF വരും അല്ലേ? സോ ഈ FFF വന്നു കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മുടെ ഓവർഫ്ലോ സംഭവിക്കുന്നത്. എന്നിട്ട് ഇറ്റ്സ് ഗോ ടു 0 0 0 0. സോ ഇവിടെ നമുക്ക് ബേസിക്കലി എത്ര സൈക്കിൾ വരുന്നുണ്ട്? A കഴിഞ്ഞ് കഴിഞ്ഞാൽ B 1 2 3 4 5. ഓവർഫ്ലോ സംഭവിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് ഈ ഒരു സൈക്കിളിലാണ്. അതായത് നമുക്ക് ഈ ഓവർഫ്ലോയ്ക്ക് എടുക്കുന്ന ഒരു എക്സ്ട്രാ സൈക്കിളും കൂടെ അവിടെ വരുന്നുണ്ട്. സോ നമുക്ക് ടോട്ടലി നമുക്ക് എത്ര എണ്ണം വരുന്നുണ്ട്? 6 കൗണ്ട്സുകൾ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിൽ ചെറിയൊരു കറക്ഷൻ കൊണ്ടുവരും. സോ നമുക്ക് അവിടെ കിട്ടേണ്ട കൗണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം കൗണ്ട് മൈനസ് ഡിസൈർഡ് കൗണ്ട് പ്ലസ് 1 ആണ്. അതായത് നമ്മുടെ മാക്സിമം കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? FFFF ആണ്. മൈനസ് ഡിസൈർഡ് കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. പ്ലസ് 1 നമുക്ക് വരും. സോ ആക്ച്വലി FFFF മൈനസ് 4 ആണ് നമ്മളവിടെ ചെയ്യുക. സോ ദാറ്റ് മീൻസ് 1 2 3 4. സോ നമ്മൾ കൊടുക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് എന്താണ്? FFFB എന്ന് പറയുന്ന നമ്പറാണ് കൊടുക്കേണ്ടത്. ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഫസ്റ്റ് സൈക്കിളിൽ അത് C ആവും, സെക്കൻഡ് സൈക്കിളിൽ ഇതാവും, തേർഡ് സൈക്കിളിൽ E ആവും, ഫോർത്ത് സൈക്കിളിൽ FF ആവും ആൻഡ് ഫിഫ്ത്ത് സൈക്കിളിൽ എന്ത് സംഭവിക്കും? നമുക്ക് 0 0 0ലേക്ക് ഓവർഫ്ലോ സംഭവിക്കും. സോ ടോട്ടൽ നമുക്ക് എത്ര കൗണ്ട് അവിടെ കിട്ടും? 5 കൗണ്ട് അവിടെ കിട്ടും. സോ നമുക്ക് 8051 ഒരു കൗണ്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇത്ര ഡിലേ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഡിലേ കൊടുക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. സോ സപ്പോസ് നമ്മളോട് 10 കൗണ്ട് ആണ് പറഞ്ഞിട്ടുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മുടെ മാക്സിമം കൗണ്ട് FFFF മൈനസ് ഡിസൈർഡ് കൗണ്ട് 10 പ്ലസ് 1 ആണ് വരിക. സോ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FF6 ആണ് നമുക്ക് അവിടെ കിട്ടുക. സോ 6 കഴിഞ്ഞാൽ പിന്നെ 7 8 9 9 കഴിഞ്ഞാൽ A B C D E F ആണ് വരുന്നത് അല്ലേ? സോ 1 2 3 4 5 6 7 8 9 9 ആയപ്പോൾ നമുക്ക് FFF ആയി. ഇനി അടുത്ത സൈക്കിൾ എന്താ സംഭവിക്കുക? നമുക്ക് ഓവർഫ്ലോ ആണ് സംഭവിക്കുന്നത്. ഇറ്റ് മൂവ്സ് ടു 0 0 0 0. സോ ഈ ഓവർഫ്ലോ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? നമ്മളുടെ TF0 എന്ന് പറയുന്നത് 1 ആവും. സോ 1 ആവുന്ന സമയത്ത് നമ്മുടെ പ്രോസറിന് മനസ്സിലാവും അവിടെ എൻ്റെ കൗണ്ടിങ് കഴിഞ്ഞു. ഓക്കെ, സോ ഇങ്ങനെയാണ് ബേസിക്കലി ടൈമർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കൗണ്ട് നമ്മൾ ലോഡ് ചെയ്യുന്നു.
ഈ ലോഡ് ചെയ്യുന്ന കൗണ്ട് എന്ന് പറയുന്നത് എവിടേക്കാണ് പോയി നിൽക്കുന്നത്? നമ്മുടെ 05 എന്ന് പറയുന്നത് ലോവർ ബിറ്റിലും, അതായത് TL0യിലും 00 എന്ന് പറയുന്നത് TH0യിലുമാണ് പോയി സേവ് ആവുക. നമ്മുടെ രജിസ്റ്റേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൽ നമ്മൾ കൗണ്ട് നമ്മൾ ലോഡ് ചെയ്യുന്നു. ആൻഡ് ബേസ്ഡ് ഓൺ ദ ക്ലോക്ക് പൾസ് അവിടെ കൗണ്ടിങ് സംഭവിക്കുകയാണ്. ആൻഡ് കൗണ്ടർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് ഇൻക്രിമെന്റ് ചെയ്ത് പോവുകയാണ്. സോ ഇൻക്രിമെന്റ് ചെയ്ത് പോയി FFF ആയിട്ട് എന്താ സംഭവിക്കുന്നത്? ഓവർഫ്ലോ സംഭവിക്കുന്നു. സോ ടൈമർ വിൽ നൗ സെൻഡ് ആൻ ഇന്ററപ്റ്റ്. ഓക്കെ, നമ്മുടെ ഫ്ലാഗ് എന്ന് പറയുന്നത് TF0, ടൈമർ 0യ്ക്ക് TF0 ആണ്. അത് കയറി 1 ആവുന്നു. 1 ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പ്രോസസർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് മൂവ്സ് ടു ദ ISR. Due to this interrupt, process goes to the ISR. As it is goes to the ISR, the interrupt flag gets cleared. ഓക്കെ, അവിടെ ഓട്ടോ ക്ലിയർ ആവാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് മൂവ്സ് ടു ദ ISRലേക്ക് പോകുന്ന ആ ഒരു ടൈമിൽ തന്നെ എന്ത് സംഭവിക്കും? TF0 എന്ന് പറയുന്ന ഫ്ലാഗ് ക്ലിയർ ചെയ്തിട്ടാണ് ISRലേക്ക് പോകുന്നത്. എന്നിട്ട് ആ പ്രോസസ് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് പഴയ ലൊക്കേഷനിലേക്ക് തന്നെ പോയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുക. സോ ടൈമറിനെ കുറിച്ചുള്ളതെല്ലാം ബേസിക് ആയിട്ട് സംഭവിക്കുന്നത് ഇതാണ്. ഇതിന്റെ കൺസെപ്റ്റിലാണ് ബാക്കിയുള്ള എല്ലാം നടക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ടൈമർ അവിടെ കഴിഞ്ഞു. ഓക്കെ, സോ ഒരു ടൈമറിൽ സംഭവിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണെന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ടൈമർ വേഴ്സസ് കൗണ്ടർ ആണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് നമ്മളടുത്ത് ഒരാൾ വന്ന് പറയാണ്, നമ്മളോട് ഒരു റോഡ് സൈഡിൽ പോയി നിന്നതിന് ശേഷം നമ്മളോട് പറയാണ് 1 അവർ നമുക്ക് സമയം തന്നിട്ട്, ഈ 1 അവറിൽ നമ്മളെ ക്രോസ് ചെയ്ത് എത്ര കാറുകൾ പോകുന്നുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ നമ്മളോട് പറയാണ്. ഓക്കെ, അത് ഫസ്റ്റ് ടാസ്ക്. ഇതേ റോഡ് സൈഡിൽ തന്നെ നമ്മൾ നിർത്തിക്കൊണ്ട് നമ്മളോട് ഇയാൾ തന്നെ പറയാണ്, ഒരു 100 കാർസ് എപ്പോൾ നിങ്ങളെ ക്രോസ് ചെയ്ത് പോകുന്നു അപ്പം എന്നോട് പറയാം. ഓക്കെ, സോ ഔട്ട് സൈഡിൽ നിൽക്കുന്ന ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? അവിടെ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് കാർ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? രണ്ടും സെയിം പ്രോസസ്സ് തന്നെയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ദർ ഇസ് എ ഡിഫറൻസ് അല്ലേ? 1 അവറിൽ നമുക്ക് 100 കാർസ് പോകണം എന്നുള്ളതിന് ഒരു ഉറപ്പ് നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. എത്ര കാറുകൾ റോഡിലൂടെ പോകുന്നുണ്ട് എന്നുള്ളതിന്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ട് ചിലപ്പോൾ 1 അവറിന് മുമ്പേ 100 കാർസ് പോവാം, അല്ലെങ്കിൽ 1 അവറിന് കഴിഞ്ഞാലും 100 കാർസ് അവിടെ പോകണമെന്നില്ല അല്ലേ? പക്ഷേ സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴാണോ 100 ക്രോസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളോട് പറയാം. ഓക്കെ, സോ അവിടെ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് പറയാൻ പറ്റില്ല. 1 അവറിലായിരിക്കില്ല 100 കാർസ് പോവുക അല്ലേ? ചിലപ്പം കാറിന്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മേ ബി ഹാഫ് ആൻ അവറിൽ 100 കാർസ് ക്രോസ് ആയി പോകും. അപ്പം നമ്മുടെ പ്രോസസ് അവിടെ സ്റ്റോപ്പ് ആവും. ഓക്കെ, പക്ഷേ ആദ്യത്തെ ടാസ്കിൽ എന്താ സംഭവിക്കുന്നത്? എക്സാക്ട്ലി 1 അവർ കഴിയുമ്പോൾ നമ്മുടെ പ്രോസസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുക. രണ്ടാമത്തേൽ എന്താണ് വരുന്നത്? കൗണ്ട് എപ്പോൾ കഴിയുന്നു അപ്പോഴായിരിക്കും നമ്മളവിടെ നമ്മുടെ പ്രോസസ് സ്റ്റോപ്പ് ചെയ്യുക. ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടൈമർ ആൻഡ് എ കൗണ്ടർ. സോ കൗണ്ടർ അവിടെ ചെയ്യുന്നത് അത് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈമർ അവിടെ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ടൈം വരെ നമ്മൾ അവിടെ കൗണ്ട് ചെയ്തതിനു ശേഷം അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ബേസിക്കലി അവിടെ സംഭവിക്കുന്നത്. സോ ഈ 8051-നകത്ത് സപ്പോസ് നമുക്ക് ഒരു 2 ടൈമറാണ് വരുന്നത് അല്ലേ? ടൈമർ 0 വരുന്നുണ്ട്, അതുപോലെ തന്നെ ടൈമർ 1 വരുന്നുണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്കറിയാം 8051-നകത്ത് ഒരു ഓസിലേറ്റർ ഉണ്ട്. സോ ഈ ഓസിലേറ്റർ ത്രൂ ആണ് എന്ത് സംഭവിക്കുന്നത്? നമുക്കവിടെ ടൈമർ വർക്ക് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, സോ 12 മെഗാഹെഡ്സിന്റെ ടൈമർ ക്ലോക്ക് ആണ് നമുക്കവിടെ വരുന്നത്. സോ ദർ വിൽ ബി 12 ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ നമുക്ക് അവിടെ ഉണ്ടാവും. സോ ടൈമർ ഇങ്ങനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. സോ ഫ്രീക്വൻസി എഫ് ഓസിലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്രീക്വൻസി എന്ത് സംഭവിക്കും? നമ്മളൊരു ഡിവൈഡഡ് ബൈ 12 കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് ഈ ക്ലോക്ക് എല്ലായിടത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ടൈമർ 0യും ഈ ക്ലോക്കുമായിട്ട് കണക്റ്റഡ് ആണ്, ടൈമർ 1ഉം ഈ ക്ലോക്കുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, സോ ഈ 8051-നകത്ത് ഉള്ള ടൈമർ കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ടൈമറിലേക്കാണ്. സോ അപ്പോൾ എന്താ സംഭവിക്കുക? ഈ T0യും T1ലേക്കും സെയിം ക്ലോക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്താണ്? ഒരിക്കലും ഫ്രീക്വൻസി വേരി ആവില്ല. നമുക്കിവിടെ വരുന്ന ഈ ക്ലോക്കിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? രണ്ടിലേക്കും സെയിം ഫ്രീക്വൻസി തന്നെയാണ് നമുക്കവിടെ കിട്ടുന്നത്. സോ സെയിം ഫ്രീക്വൻസിയാണ് നമ്മൾ ഈ ടൈമറിലേക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ എന്താണ് ബേസിക്കലി അവിടെ സംഭവിക്കുന്നത്? ഇറ്റ് ആക്ട് ആസ് എ ടൈമർ അല്ലേ? സോ നമ്മളൊരു 1 അവർ കേസ് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചിട്ടുള്ളത്? ടൈം എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ടൈമാണ്. ഓക്കെ, ആ ഒരു ഫിക്സഡ് ടൈമിൽ എത്ര കാർ ക്രോസ് ചെയ്തു എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ അവിടുത്തെ ടൈമിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇത്ര ടൈമിലാണ് സംഭവിക്കുന്നത്. സോ ഈ ഒരു കേസിൽ ബേസിക്കലി എന്താണ്? ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. സോ സെയിം ഫ്രീക്വൻസി നമുക്ക് ഇന്നർ ക്ലോക്ക് നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊരു ടൈമർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, അതേ സമയത്ത് ഈ ടൈമറിലേക്ക് നമ്മൾ പുറത്തുനിന്ന് വേറൊരു ടൈമർ കൊടുത്തു എന്ന് വിചാരിക്കുക. ഫ്രം എക്സ്റ്റേണൽ നമ്മൾ ടൈമർ കൊടുക്കുകയാണ്. അതിന്റെ ക്ലോക്കിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മേ ബി ഇറ്റ് ക്യാൻ വേരി. സോ ഇങ്ങനെ വേരി ചെയ്ത് വരുന്ന ക്ലോക്ക് നമ്മൾ ഇതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താവും? ഇതൊരു കൗണ്ടർ ആയിട്ട് വർക്ക് ചെയ്യും.
ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. നമ്മൾ ഇൻസൈഡ് ക്ലോക്ക് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ ടൈമർ. നമ്മളൊരു ഔട്ട്സൈഡിൽ നിന്ന് ക്ലോക്ക് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ കൗണ്ടർ. ഇത് രണ്ടും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ത്രൂ രജിസ്റ്റേഴ്സ് തന്നെയാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കും. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടൈമറും കൗണ്ടറും സെയിം ഹാർഡ്വെയർ യൂണിറ്റ് തന്നെയാണ് നമുക്കവിടെ വരുന്നത്. ബട്ട് ഓപ്പറേറ്റ് ഡിഫറെൻ്റ്ലി ബേസ്ഡ് ഓൺ ദ C⁻T എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ നമുക്ക് വരുന്നുണ്ട്. കൗണ്ടർ ഓർ ടൈമർ എന്ന് പറഞ്ഞൊരു ബിറ്റ് ഉണ്ട്. ഓക്കെ, അത് ടി മോഡ് രജിസ്റ്ററിലാണ്. എന്താണെന്ന് നമ്മളിപ്പോൾ പഠിക്കും. ഓക്കെ, അതിന്റെ ബേസിലാണ് നമുക്കവിടെ എന്താണ് ഇത് കൗണ്ടർ ആയിട്ടാണോ അല്ലെങ്കിൽ ടൈമർ ആയിട്ടാണോ ആക്ട് ചെയ്യേണ്ടതെന്ന് പറയാം. സോ ടൈമറിന് ഫിക്സഡ് ഫ്രീക്വൻസി ആയിരിക്കും, കൗണ്ടറിന് വേരിയബിൾ ഫ്രീക്വൻസി ആയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, ഇഫ് യു ആർ യൂസിങ് എൻ ഇന്റേണൽ ടൈമർ ഇറ്റ് വിൽ ബി വർക്ക് ആസ് എ ടൈമർ. ഇഫ് യു ആർ യൂസിങ് എൻ എക്സ്റ്റേണൽ ടൈമർ ഇറ്റ് വിൽ വർക്ക് ആസ് എ കൗണ്ടർ. ഓക്കെ, സോ അതിന്റെ ഒരു കമ്പാരിസൺ ആണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ലെറ്റ് മീ ക്ലിയർ ദിസ്. ഓക്കെ, അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടൈമർ ആകുമ്പോൾ ടൈം ഡിലേ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേ സമയത്ത് കൗണ്ടർ ആണെങ്കിൽ എക്സ്റ്റേണൽ ഇവന്റ്സ് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. മേ ബി നമ്മൾ സ്വിച്ച് കൊടുക്കുകയാണ്, മേ ബി 3 ടൈംസ് സ്വിച്ച് ഓൺ ആക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ഹാപ്പൻ സംതിങ്, അല്ലെങ്കിൽ 3 ടൈംസ് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ഹാപ്പൻ സംതിങ്. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ എക്സ്റ്റേണലി വരികയാണെങ്കിൽ അത് കൗണ്ടറായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഇൻപുട്ട് സോഴ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ ക്ലോക്ക് ആണ്, കൗണ്ടറിന് എക്സ്റ്റേണൽ ക്ലോക്സ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ബിറ്റിൻ്റെത് നമ്മൾ പറഞ്ഞു. ആൻഡ് യൂസ് എന്ന് പറയുന്നത് ഡിലേ ജനറേറ്റ് ചെയ്യാനാണ് ടൈമർ ബേസിക്കലി യൂസ് ചെയ്യുക. കൗണ്ടർ എന്ന് പറയുന്നത് ഇവൻ കൗണ്ടിങ് ആണ്, അതായത് എന്തെങ്കിലും സാധനങ്ങൾ കൗണ്ട് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ടൈമർ ആൻഡ് എ കൗണ്ടർ. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഇതിനകത്ത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 രജിസ്റ്റേഴ്സ്. 8051 തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രജിസ്റ്റേഴ്സ് ആണ് നമ്മളിതിൽ കാണാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഈ TCON എന്ന് പറയുന്ന രജിസ്റ്റർ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ടൈമർ കൺട്രോൾ രജിസ്റ്റർ. നമ്മൾ SFR പഠിച്ച സമയത്ത് ഈ TCON നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ 21 രജിസ്റ്റേഴ്സ് പറഞ്ഞ സമയത്ത് ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ്സ് ആൻ 8-bit രജിസ്റ്റർ. ഓക്കെ, 8-bitലെ ഓരോ ബിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ ഇൻ ഓർഡർ ടു പ്രൊവൈഡ് എ പ്രിസൈസ് ഔട്ട്പുട്ട് ടൈമേഴ്സ് ആൻഡ് കൗണ്ടർ ആർ കൺട്രോൾ ബൈ ഇറ്റ്. ടൈമറിനെയും കൗണ്ടറിനെയും കൺട്രോൾ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. ഇതിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ 8-bit 4 ബിറ്റിന് ഞാനൊരു കളർ കൊടുത്തിട്ടുണ്ട്, അടുത്ത 4 ബിറ്റിന് വേറൊരു കളറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ലോവർ ആയിട്ടുള്ള 4 ബിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിഫറെന്റ് ആണ്. അത് ഇന്ററപ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഇന്ററപ്റ്റിനെ കുറിച്ച് നമ്മൾ ഈ മൊഡ്യൂളിൽ തന്നെ പഠിക്കുന്നുണ്ട്. സോ ഇന്ററപ്റ്റ് പഠിക്കുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. സോ ഇത്രയും സാധനം നമ്മൾ തൽക്കാലം ജസ്റ്റ് എന്താണെന്ന് പറയുക മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ററപ്റ്റ് പഠിക്കുമ്പോൾ പഠിക്കും. പിന്നെ വരുന്ന അടുത്ത 4 ബിറ്റാണ് നമ്മൾ ടൈമറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ TCON-നകത്ത് വരുന്ന 4th, 5th, 6th ആൻഡ് 7th ബിറ്റാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളത്. ഓക്കെ, സോ നിങ്ങൾ നോക്കിയാൽ കാണാം, ദാറ്റ് ഇസ് TF1 ആൻഡ് TF0 എന്ന് പറഞ്ഞിട്ട് 7th ആൻഡ് 5th ബിറ്റ് വരുന്നുണ്ട്. ഓക്കെ, വാട്ട് ഇസ് 7th ആൻഡ് 5th ബിറ്റ്? നമുക്കറിയാം TF എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് ആണ്. TF0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമർ 0ക്കുള്ള ഓവർഫ്ലോ ഫ്ലാഗും, TF1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമർ 1നുള്ള ഓവർഫ്ലോ ഫ്ലാഗ് ആണ്. സോ വെൻ എവർ ഓവർഫ്ലോ ഹാപ്പൻസ് ഈ ബിറ്റ് എന്ന് പറയുന്നത് കയറി 1 ആവാണ് ചെയ്യുക. 1 ആയിട്ട് പ്രോസസർ എന്ത് ചെയ്യും, ISRലേക്ക് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇത് ഓട്ടോ ക്ലിയർ ആവുകയാണ് ചെയ്യുക. ഇറ്റ് സെറ്റ്സ് ടു 1 വെൻ ടൈമർ 1 ഓവർഫ്ലോസ്. അല്ലാത്ത സമയത്തൊക്കെ അത് 0 ആയിരിക്കും. സിമിലർലി TF0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സെറ്റ്സ് ടു 1 വെൻ ടൈമർ 0 ഓവർഫ്ലോസ്. ഓക്കെ, ഇത് രണ്ടും ഞാൻ സെയിം കളറിലാണ് കൊടുത്തിട്ടുള്ളത് ബിക്കോസ് ഇത് രണ്ടും ടൈം ഫ്ലാഗിന് വരുന്നതാണ്. ഇനി നമുക്ക് വരുന്നത് TR1 ആൻഡ് TR0 ആണ്. ഓക്കെ, ദിസ് ഇസ് നത്തിങ് ബട്ട് സിംപ്ലി ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. അതായത് ടൈമറിന്റെ ഓൺ ഓഫ് സ്വിച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ് സെറ്റ്സ് ടു 1 ടു സ്റ്റാർട്ട് ടൈമർ 1. അതേപോലെ ഇറ്റ് സെറ്റ്സ് ടു 1 ടു സ്റ്റാർട്ട് ടൈമർ 0. ടൈമർ 0 ഓൺ ചെയ്യണം, അതായത് ടൈമർ സ്റ്റാർട്ട് ചെയ്യുക, കൗണ്ടിങ് അവിടെ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിലേയിങ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബിറ്റ് 1 ആക്കിയാലാണ്. ഈ ബിറ്റ് 0 ആണെങ്കിൽ ടൈമർ അവിടെ വർക്ക് ആവില്ല. അതാണ് ബേസിക്കലി അതൊരു സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ TR0 എന്ന് പറയുന്ന ബിറ്റ് 1 ആക്കുകയാണെങ്കിൽ ടൈമർ 0 കൗണ്ട് ചെയ്യാൻ തുടങ്ങും. അതുപോലെ TR1 എന്ന് പറയുന്നത് 1 ആക്കുകയാണെങ്കിൽ ടൈമർ 1 കൗണ്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 ബിറ്റുകളാണ് ഇത്. ഇനി വരുന്നത് ഇന്ററപ്റ്റിന്റെ ബിറ്റുകളാണ്. സോ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതേപോലെ തന്നെ ഞാൻ കളർ കോഡിങ് കൊടുത്തിട്ടുണ്ട്. I1 ആൻഡ് I0. I1 I0 എന്ന് പറഞ്ഞാൽ സെറ്റ്സ് ടു 1 വെൻ ആൻ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഒക്കേഴ്സ്. സോ നമുക്ക് എക്സ്റ്റേണൽ ഇന്ററപ്റ്റിനെ കുറിച്ച് INT0 ആൻഡ് INT1 എന്ന് പറഞ്ഞിട്ടുള്ള 2 പിന്നുകൾ നമ്മൾ 8051 പിൻ ഡയഗ്രാം പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനത്തിനകത്തുനിന്നൂടെ എന്തെങ്കിലും ഇന്ററപ്റ്റ്സ് വരുന്നുണ്ടെങ്കിൽ സോ ഈ സാധനം എന്ന് പറയുന്നത് 1 ആവാണ് ചെയ്യുക. ഇറ്റ് സെറ്റ്സ് ടു 1 വെൻ ആൻ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഒക്കേഴ്സ്. അല്ലാത്ത സമയത്തൊക്കെ അത് 0 ആയിരിക്കും. സോ ഈ ഇന്ററപ്റ്റ് 0 ആൻഡ് ഇന്ററപ്റ്റ് 1ൽ നിന്ന് എക്സ്റ്റേണൽ ഇന്ററപ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ ഈ ബിറ്റ് 1 ആവും, അല്ലെങ്കിൽ അത് 0 ആയിരിക്കും. പിന്നെ വരുന്ന 2 ബിറ്റ് എന്ന് പറയുന്നതാണ് IT0 ആൻഡ്
IT1. ഓക്കെ, സോ IT0 ആൻഡ് IT1 എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് എഡ്ജ് ട്രിഗറിങ് ആൻഡ് ലെവൽ ട്രിഗറിങ്. അത് എഡ്ജ് ട്രിഗർ ആണോ ലെവൽ ട്രിഗേർഡ് ആണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഈ ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഇറ്റ് സെറ്റ്സ് ടു 1 ടു കോൺഫിഗർ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 1 ആസ് എഡ്ജ് ട്രിഗർ, ഓർ 0 ആണെങ്കിൽ അത് ലെവൽ ട്രിഗർ ആണ്. സോ എഡ്ജ് ട്രിഗർ ആൻഡ് ലെവൽ ട്രിഗർ, നമ്മൾക്ക് ക്ലോക്ക് പൾസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വിചാരിക്കുക അല്ലേ. സോ ഈ ക്ലോക്ക് പൾസിനകത്ത് എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്, ഈ 0-ൽ നിന്ന് 1-ലേക്കുള്ള ട്രാൻസിഷൻ നടക്കുന്ന ഈ ഒരു സെക്ഷനാണ് എഡ്ജ് എന്ന് പറയുന്നത്. നമ്മളുടെ പ്രോസസ്സ്, അതായത് നമ്മുടെ പ്രോസസ്സർ എപ്പോൾ ചേഞ്ചസ് വരുന്നോ അത് ഈ എഡ്ജിലായിരിക്കും. അതായത് 0-ൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് നത്തിങ് ഹാപ്പൻസ്. ഈ 0-ൽ നിന്ന് 1-ലേക്കുള്ള ട്രാൻസാക്ഷൻ നടക്കുന്ന ഈ ഒരു എഡ്ജിലായിരിക്കും നമുക്ക് എന്താണോ, അത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടക്കണം എന്നുള്ളത് എഡ്ജിന്റെ ഈ ഒരു സമയത്ത് നടക്കണോ, അല്ലെങ്കിൽ ലെവൽ, ദിസ് ഇസ് ലെവൽ 1 എന്ന് പറയുന്ന ലെവൽ 1 ആണ്, ദിസ് ഇസ് ലെവൽ 0, ഈ ലെവലിൽ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു റിവോൾവർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ റിവോൾവർ നമ്മൾ ട്രിഗർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമ്മൾ റിവോൾവർ ജസ്റ്റ് ട്രിഗർ പുള്ള് ചെയ്യാണ് ചെയ്യുക അല്ലേ. സോ ട്രിഗർ പുള്ള് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, റിവോൾവർ ഫയർ ചെയ്യും. പക്ഷെ ഇതേ സമയത്ത് ഞാൻ ഈ റിവോൾവറിന്റെ ട്രിഗർ വലിച്ചിട്ട് അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് റിവോൾവർ വെടി വെച്ചുകൊണ്ടിരിക്കും, ഇല്ല, അത് ഒരു തവണ ഫയർ ചെയ്തതിനു ശേഷം ഇറ്റ് വിൽ സ്റ്റോപ്പ്. സോ 0-ൽ നിന്ന് 1-ലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ എഡ്ജിന്റെ ടൈമിലാണ് ഫയറിങ് അവിടെ സംഭവിക്കുന്നത്. അതേ സമയത്ത് നമ്മളൊരു മെഷീൻ ഗണ്ണ്, മേ ബി ഒരു AK-47 പോലുള്ള ഒരു മെഷീൻ ഗണ്ണാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതിലെന്താ സംഭവിക്കുക, നമ്മൾ ആ ട്രിഗർ പുള്ള് ചെയ്യുന്ന സമയത്താണ് ഫയറിങ് വരുന്നത് അല്ലേ. പുള്ള് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഫയർ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഞാൻ എപ്പം ആ ട്രിഗറിന്ന് കൈ എടുക്കുന്നോ അപ്പോഴാണ് ഫയർ സ്റ്റോപ്പ് ചെയ്യുക ഇല്ലേ. സോ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ലെവൽ ട്രിഗറിങ് ആണ്. അത് ഓഫ് പൊസിഷൻ ആണെങ്കിൽ ഫയർ ചെയ്യില്ല, അത് ഓൺ പൊസിഷനിലാണെങ്കിൽ ഫയർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ബേസിക്കലി അവിടെ സംഭവിക്കുക. ലൈക്ക് ആൻ എക്സാമ്പിൾ, നമ്മൾ മൊബൈലിനകത്ത് കീബോർഡ്, നമ്മൾ മേ ബി ഒരു M എന്ന് പറയുന്ന ഒരു ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ M ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമോ, ഇല്ല, നമ്മൾ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ M അവിടെ വരും അല്ലേ. പിന്നെ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ആയിരിക്കും അവിടെ നടക്കുക. അതേ സമയത്ത് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് M പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കാം, M ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. സോ മൊബൈലിനകത്ത് നമുക്ക് അവിടെ എഡ്ജ് ട്രിഗറിങ് ആണ് നടക്കുന്നത്, പക്ഷേ കമ്പ്യൂട്ടറിൽ കീപാഡിനകത്ത് ബേസിക്കലി അവിടെ ലെവൽ ട്രിഗറിങ് ആണ്. സോ ഇങ്ങനെയാണ് നമുക്ക് എഡ്ജ് ട്രിഗറും ലെവൽ ട്രിഗറും കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ IT0 ആൻഡ് IT1 എന്ന് പറയുന്ന ബിറ്റ് എന്താ ചെയ്യുന്നത്, അത് എഡ്ജ് ട്രിഗറിൽ വർക്ക് ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ കൊടുത്ത എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഉണ്ടല്ലോ IT0 ആൻഡ് IT1, ഈ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് നിന്ന് വരുന്ന സിഗ്നൽ എങ്ങനെ വർക്ക് ചെയ്യണം, എഡ്ജ് ട്രിഗറിൽ വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ ലെവൽ ട്രിഗറിൽ വർക്ക് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ രണ്ട് ബിറ്റ്സ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് സപ്പോസ് എക്സാമിന് TCON എന്ന് പറയുന്ന രജിസ്റ്ററിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അതൊരു ജാക്ക്പോട്ടാണ്. നിങ്ങൾക്ക് എന്താണ്, ഓരോ ബിറ്റുകളും എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇനി സപ്പോസ് ഇതേ സമയത്ത് വേറെ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. TCON എന്ന് പറയുന്ന രജിസ്റ്ററിനകത്തേക്ക് മേ ബി വി ആർ ഗിവിംഗ് സം വാല്യൂ. സപ്പോസ് ഞാനിവിടെ ഓരോ ബിറ്റും 0, 1, 1, 0 ആൻഡ് 1, 0, 0, 1. സോ 0, 1, 1, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്, ഇറ്റ്സ് 6 ആണ്. അതുപോലെ 1, 0, 0, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 + 1 9 ആണ് വരുന്നത് അല്ലേ. സോ 69H എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ ആണ് വരുന്നത്. സോ മേ ബി നമ്മളോട് പറയാണ് ദർ ഇസ് ആൻ ഇൻസ്ട്രക്ഷൻ മൂവ് TCON, 69H എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈ ഇൻസ്ട്രക്ഷൻ എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് എൻ ഈസി ക്വസ്റ്റ്യൻ, കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ എന്ത് ചെയ്യുക, 6നെയും 9നെയും ബൈനറി ആക്കുക. സോ ബൈനറി ആക്കിയിട്ട് ഈ 8-ബിറ്റ് നമ്പർ എന്ത് ചെയ്യും, ഈ TCON രജിസ്റ്ററിനകത്ത് കൊണ്ടിടുക. സോ നമുക്ക് 0, 1, 1, 0, 1, 0, 0, 1 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കിട്ടും. സോ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, TF1 എന്ന് പറയുന്നത് 0 ആണ്. വാട്ട് ഇസ് TF1? സെറ്റ് 1 വെൻ ടൈമർ 1 ഓവർഫ്ലോസ്. സോ ഇവിടുത്തെ കേസിൽ ടൈമർ 1 ഓവർഫ്ലോ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. TR1 എന്ന് പറയുന്നത് എന്താണ്, നമുക്കവിടെ ടൈമർ 1 അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഈ ബിറ്റ് 1 ആണെങ്കിൽ ടൈമർ 1 സ്റ്റാർട്ടാണ്, അത് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ TF0 എന്ന് പറയുന്നതിൽ 1 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, അവിടെ ടൈമർ 0ക്ക് ഓവർഫ്ലോ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റിൽ TR0 ഓവർഫ്ലോ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ TR0 ടൈമർ 0 സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. 0 മീൻസ് ടൈമർ 0 സ്റ്റോപ്ഡ്. സോ ടൈമർ 1 ഇവിടെ റണ്ണിങ്ങിലാണ്, ടൈമർ 0 എന്ന് പറയുന്നത് സ്റ്റോപ്ഡ് ആണ്.
അതുപോലെ തന്നെ IE1 എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് മീൻസ് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് INT1 എന്ന് പറയുന്നത് എക്സ്റ്റേണലി ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. IE0 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 0 ആണ്. ദാറ്റ് മീൻസ് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് INT0യിൽ നിന്ന് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് ഫൈനലി IT0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 ആണ്. 1 മീൻസ് ഇറ്റ്സ് എൻ എഡ്ജ് ട്രിഗർ. ഓക്കെ, സോ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 0യിൽ എഡ്ജ് ട്രിഗർ ബേസ്ഡ് ആണ് അവിടെ വരുന്നത്. സോ ഇങ്ങനെ നമ്മൾ ഈ സാധനം രജിസ്റ്റർ എഴുതിയതിനു ശേഷം ഓരോ ബിറ്റും എന്ത് മീൻ ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫുൾ മാർക്സ് അവിടെ കിട്ടും. സോ ഈ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ദാറ്റ് ഇസ് TCON, ടൈമർ കൺട്രോൾ രജിസ്റ്റർ. ഇനി ഇതിനകത്ത് വരുന്ന മറ്റൊരു രജിസ്റ്റർ ആണ് TMOD, അതായത് ടൈമർ മോഡ് രജിസ്റ്റർ. സോ നമ്മളെ ടൈമർ ബേസിക്കലി 4 മോഡുകളാണ് വർക്ക് ചെയ്യുന്നത്. ഈ മോഡിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് TMOD രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ഇൻ 8051. ഇറ്റ്സ് ആൻ SFR. ഇതും നമ്മൾ SFR പഠിച്ച സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ദിസ് ഈസ് ഓൾസോ an 8-bit രജിസ്റ്റർ. അതിൽ ഒരു ഹാഫിന് ഒരു കളറും അടുത്ത ഹാഫിന് അടുത്ത കളറും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഹാഫിലും സെയിം ബിറ്റുകളാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ? സോ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഹാഫ് എന്ന് പറയുന്നത് ടൈമർ 0ക്കുള്ളതും അടുത്ത ഹാഫ് എന്ന് പറയുന്നത് ടൈമർ 1ലുള്ളതുമാണ്. ഓക്കെ, സോ ഇതിൽ 4 തന്നെ പഠിച്ചാൽ മതി. അത് തന്നെയാണ് നമുക്ക് രണ്ടിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, whenever a timer or counter needed to be set, it is done using this register. ഓക്കെ, സോ ഇതിന്റെ മോഡ് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഇതിലാണ്. സോ ഇതിന്റെ ടേബിൾ ശ്രദ്ധിച്ചാൽ കാണാം, 2 എണ്ണം ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. സോ ഒബിയസ്ലി നമുക്ക് ഇവിടെ വന്നിട്ടുള്ള എന്താണ്, ആദ്യം വന്നിട്ടുള്ളത് M0 M1 എന്ന് പറഞ്ഞിട്ടുള്ള 2 ബിറ്റാണ്. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ദർ ഇസ് 2 ബിറ്റ്. നമുക്കവിടെ 4 മോഡാണ് വരുന്നത്. സോ 2 ബിറ്റ് ആയതുകൊണ്ട് തന്നെ 4 മോഡ് വരുമ്പോൾ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? 0 ആണെങ്കിൽ മോഡ് 0, 1 ആണെങ്കിൽ മോഡ് 1, 0 ആണെങ്കിൽ മോഡ് 2, 1 ആണെങ്കിൽ മോഡ് 3. സോ 2 ബിറ്റ് വെച്ച് നമുക്ക് 4 കോമ്പിനേഷൻസ് ഉണ്ടാക്കാം. സോ മോഡ് സെലക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന 2 ബിറ്റുകളാണ് ദിസ് വൺ. അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് M0 M1 കാണാം. അത് ടൈമർ 1ന്റെ മോഡിനെ ഡിസൈഡ് ചെയ്യുന്ന ബിറ്റുകളാണ്. ഓക്കെ, സോ ടൈമറിന്റെ മോഡ് ഡിസൈഡ് ചെയ്യുന്ന 2 ബിറ്റുകളാണ് ദിസ് വൺ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയാൽ ഇവിടെ കാണാം C⁻T0 അല്ലെങ്കിൽ C⁻T1 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ്ലി C⁻TX എന്നുള്ള രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ ഇവിടെ C⁻T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലായിട്ടുണ്ടാവും, കൗണ്ടർ ഓർ ടൈമർ. സോ നമ്മളുടെ ടൈമർ കൗണ്ടർ ആയിട്ടാണോ ടൈമർ ആയിട്ടാണോ വർക്ക് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് ഈ 2 ബിറ്റുകൾ. ഓക്കെ, ദാറ്റ് മീൻസ് 0 ആണെങ്കിൽ ഇറ്റ് ആക്ട് ആസ് എ ടൈമർ മോഡ്. ഓക്കെ, 1 ആണെങ്കിൽ ഇറ്റ് ആക്ട് ആസ് എ കൗണ്ടർ മോഡ്. അതായത് സപ്പോസ് ടൈമർ 0 എനിക്കൊരു ടൈമർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ബിറ്റ് എന്താക്കി കൊടുക്കും? 0 ആക്കി കൊടുക്കും. അതേപോലെ തന്നെ ടൈമർ 1 എനിക്കൊരു കൗണ്ടർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ബിറ്റ് എന്ത് ചെയ്യും? ഞാൻ 1 ആക്കി. ഓക്കെ, സോ ടൈമർ ആണോ കൗണ്ടർ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ബിറ്റാണ് ദിസ് വൺ. ആൻഡ് ഫൈനലി നമുക്ക് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിറ്റ് വരുന്നുണ്ട്. ദാറ്റ് ഇസ് 3rd ബിറ്റ് ആൻഡ് 7th ബിറ്റ്. ഇറ്റ് കൺട്രോൾസ് വെദർ ടൈമർ സ്റ്റാർട്ട് ഓട്ടോമാറ്റിക്കലി ഓർ ബൈ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് പിൻ. സോ ഞാൻ പറഞ്ഞിരുന്നു ദർ ആർ 2 എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് പിൻ, IT0 ആൻഡ് INT1. ഓക്കെ, സപ്പോസ് ഞാനൊരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇനി ഈ സ്വിച്ച് യൂസ് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യണം? ഇതിൽ നമുക്ക് കൺട്രോൾ ചെയ്യണം. സോ നമ്മൾ എക്സ്റ്റേണലി ഞാനൊരു സ്വിച്ച് കണക്ട് ചെയ്യുന്നത് നമ്മൾ എവിടേക്കാണ്? ഈ ഇന്ററപ്റ്റ് പിന്നിലേക്കാണ് കണക്ട് ചെയ്യുക. സോ ഞാൻ ആ സ്വിച്ച് കണക്ട് ചെയ്ത് സ്വിച്ച് ഞാൻ ഓൺ ആക്കുന്ന സമയത്ത് എനിക്ക് ടൈമർ അവിടെ വർക്ക് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ എക്സ്റ്റേണലി ഞാൻ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ആ എക്സ്റ്റേണൽ കൺട്രോൾ ത്രൂ ദീസ് ഇന്ററപ്റ്റ് പിൻ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഗേറ്റ് ബിറ്റ് ത്രൂ ആണ് കൺട്രോൾ ചെയ്യുന്നത്. സപ്പോസ് എനിക്ക് എക്സ്റ്റേണലി ഒരു കൺട്രോളും വേണ്ട, എല്ലാം ഞാൻ ഇന്റേണലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിറ്റ് എന്ത് ചെയ്യും? എപ്പോഴും 0 ആയിട്ടായിരിക്കും വെക്കുക. ഇതേ സമയത്ത് എന്തെങ്കിലും ഒരു IR സെൻസറോ അല്ലെങ്കിൽ ഒരു സ്വിച്ചോ അല്ലെങ്കിൽ മേ ബി സംതിങ് എൽസ് ആയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ്, ഒരു എക്സ്റ്റേണൽ ഇൻപുട്ട് യൂസ് ചെയ്ത് നമ്മൾ ഈ ടൈമറിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ബിറ്റ് 1 ആക്കി വെക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ അതാണ് ഈ TMOD അല്ലെങ്കിൽ ടൈമർ മോഡ് രജിസ്റ്ററിനകത്ത് നമുക്ക് വരുന്നത്. സോ ഇതിലും നമുക്ക് ടൈമറിന്റെ രജിസ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മേ ബി ഏതെങ്കിലും ഒരു ബൈനറി വാല്യൂ ഇതിലേക്ക് കൊടുക്കുന്ന രീതിയിൽ മേ ബി 1 1 0 1 ആൻഡ് 0 0 0 0 ഇങ്ങനെ 2 നമ്പർ. സപ്പോസ് ഈ ബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 1 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 4 12 പ്ലസ് 13 ആണ് നമുക്ക് വരുന്നത്. സോ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് 9 കഴിഞ്ഞാൽ A B C D. സോ D ആണ് നമുക്ക് അവിടെ വരുന്നത് ആൻഡ് ദിസ് ഇസ് 0. സോ നമ്മളോട് പറയാണ് മേ ബി ഇൻസ്ട്രക്ഷൻ തന്നിട്ട് ദാറ്റ് ഇസ് മൂവ് TMOD,
D0H ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻ എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അതുമല്ലെങ്കിൽ ടി മോഡ്, ടൈമർ മോഡ് രജിസ്റ്ററിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. എങ്ങനെ ചോദിച്ചാലും ഈ ബിറ്റ്, ഈ ഒരു ഫിഗർ വരയ്ക്കുക, ഓരോ ബിറ്റും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും. ഓക്കെ, സോ ഇതാണ് ടി മോഡ് അല്ലെങ്കിൽ ടൈമർ മോഡ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് ആണ്. നമ്മളെ 21 രജിസ്റ്ററിനകത്ത് തന്നെ 6 രജിസ്റ്റേഴ്സ് ടൈമറിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആദ്യം പറഞ്ഞ TL0 ആൻഡ് TH0 ആൻഡ് TL1 ആൻഡ് TH1 ആ 4 രജിസ്റ്റർ, പിന്നെ നമുക്ക് ഇവിടെ വന്ന ടി മോഡ് രജിസ്റ്ററും Tcon രജിസ്റ്ററും. ഓക്കെ, ഇങ്ങനെ 6 രജിസ്റ്റേഴ്സ് തന്നെ നമ്മൾ ടൈമർ സെക്ഷനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ടൈമർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ കംപ്ലീറ്റ് ടൈമർ ഓർ കൗണ്ടർ ലോജിക് നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ഈസ് ടൈമർ ഓർ കൗണ്ടർ ലോജിക് ഡയഗ്രാം. സോ ഇവിടെ എന്താ പറയുന്നത്, നമ്മളെ ഓസിലേറ്റർ ആണ്. സോ നമ്മളെ 8051 വരുന്ന ഓസിലേറ്റർ അവിടെ ക്ലോക്ക് പൾസ് ജനറേറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് കൗണ്ട് നമുക്ക് അവിടെ കിട്ടും. സോ ഇത് ടൈമർ ആയിട്ടാണ് വരുന്നത് അല്ലേ. ഇവിടെ നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്, സ്റ്റഡി ഫ്രീക്വൻസിയാണ്, കോൺസ്റ്റന്റ് ഫ്രീക്വൻസിയാണ്. സോ ഇറ്റ് ആക്ട് ആസ് എ ടൈമർ. സോ ഇവിടെ തൊട്ടപ്പുറത്ത് നോക്കിയാൽ ഇത് കൗണ്ടർ ആയിട്ടാണ്. ഇവിടെ വരുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഇസ് ഡിഫേഴ്സ്. സോ ഇത് ടൈമർ ആയിട്ടും ഇത് കൗണ്ടർ ആയിട്ടുമാണ് വരുന്നത്. സോ ഒബിയസ്ലി എന്താ സംഭവിക്കുക, നമ്മൾ നേരത്തെ കണ്ട ടി മോഡ് എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് വരുന്ന ഈ പിന്നുകൾ, ഈ 2 പിന്നുകളാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത്, ഇത് ടൈമർ ആയിട്ടാണോ കൗണ്ടർ ആയിട്ടാണോ വർക്ക് ചെയ്യേണ്ടത്. സോ C⁻T എന്ന് പറയുന്ന ആ ഒരു ബിറ്റ് 0 ആണെങ്കിൽ ഇറ്റ് ആക്ട് ആസ് എ ടൈമർ, അത് 1 ആണെങ്കിൽ ഇറ്റ് ആക്ട് ആസ് എ കൗണ്ടർ. സോ ഇവിടുന്ന് ക്ലോക്ക് സോഴ്സ് വരുന്നു. ഈ സോഴ്സ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് അടുത്തൊരു സ്വിച്ച് കാണാം അല്ലേ. സോ ഈ അടുത്ത സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ സ്വിച്ച് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ലോജിക് സർക്യൂട്ട് വെച്ചിട്ടാണ്. സോ ഇതൊരു ആൻഡ് ഗേറ്റ് ആണ് അല്ലേ. സോ ഈ ആൻഡ് ഗേറ്റിൽ 1 ഔട്ട്പുട്ട് കിട്ടിയാൽ മാത്രമേ ഈ സ്വിച്ച് ഓൺ ആവുള്ളൂ ആൻഡ് ഇറ്റ് ഗോസ് ടു ദ ടൈമർ. ഓക്കെ, സോ ഇത് 1 ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്, ആൻഡ് ഗേറ്റിന് ഇവിടെ 1 ആവണമെന്നുണ്ടെങ്കിൽ അതിന് മീനിങ് എന്താണ്, ഇതിന്റെ 2 ഔട്ട്പുട്ടും 1 ആയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആൻഡ് ഗേറ്റിൽ ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ഔട്ട്പുട്ട് 0 ആയിരിക്കും അല്ലേ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിലുള്ള ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, TR0 ഓർ TR1. വാട്ട് ഇസ് TR0 ഓർ TR1? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, Tcon യൂസ് ചെയ്തിട്ടുള്ള 2 ബിറ്റുകളാണ്. ഈ ബിറ്റ് എന്തിനാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഇതൊരു ഓൺ ഓഫ് സ്വിച്ച് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ടൈമറിനെ ഓൺ ആക്കുക അല്ലെങ്കിൽ ഓഫ് ആക്കുക. ഈ TR0 ഓർ TR1 എന്ന് പറയുന്ന സ്ഥലത്ത് 0 ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക, ഇവിടെ ഇൻപുട്ട് 0 ആയിരിക്കും. സോ ഇവിടെ ഏത് ഇൻപുട്ട് വന്നു കഴിഞ്ഞാലും ഒബിയസ്ലി ഇവിടെ നമുക്ക് 0 ആയിരിക്കും കിട്ടുക, ഈ സ്വിച്ച് ഓഫ് ആയിരിക്കും. ദാറ്റ് മീൻസ് ടൈമർ അവിടെ വർക്ക് ചെയ്യില്ല. സോ ഇതെന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഒരു ടൈമറിന്റെ ഓൺ ഓഫ് സ്വിച്ച് ആയിട്ട് വേണമെങ്കിൽ പറയാം. സോ ദിസ് ഷുഡ് ബി ഓൾവേസ് ഹൈ. സോ ഇത് എപ്പോഴും ഹൈ ആയിരിക്കണം. സോ ഇത് 1 തന്നെ കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് ദിസ് ഇസ് ആൻ ഓർ ഗേറ്റ്. സോ ഈ ഓർ ഗേറ്റ് 1 ആയിരിക്കണമല്ലോ അല്ലെ. ഈ ഓർ ഗേറ്റ് 1 ആവുന്ന എപ്പോഴൊക്കെയാണ്, നമുക്ക് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 1 ആയിരിക്കും. സോ നമുക്കിവിടെ എന്താണ്, ഗേറ്റ് എന്ന് പറഞ്ഞ ഇൻപുട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ററപ്റ്റിന്റെ പിന്നും വരുന്നുണ്ട്. സോ ഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഗേറ്റ് 0 ആൻഡ് ഗേറ്റ് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ 2 ബിറ്റുകളാണ് അവിടെ വരുന്നത്, ടി മോഡിനകത്തുള്ള വരുന്നത്. ഓക്കെ, സപ്പോസ് ഗേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 0 ആണെങ്കിൽ എന്താ ഇവിടെ നമുക്ക് 1 ആണ് ഇവിടെ കിട്ടുക അല്ലേ. സോ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബേസിക്കലി നമ്മളെ എഡ്ജ് ട്രിഗർ ആണോ ലെവൽ ട്രിഗർ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ്. ഈ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 0 ഓർ 1 എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്റ്റേണൽ ഇന്ററപ്റ്റിനെ ചെയ്യുന്നത് I1 ആൻഡ് I0 എന്ന് പറഞ്ഞിട്ടുള്ള ബിറ്റാണ്. സോ ഈ ബിറ്റ് എനേബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് 1 ആണെങ്കിൽ നമുക്ക് ഇവിടെ 1 ആണ് വരിക, നമുക്ക് ഇവിടെ നിന്ന് 1 പോകും. അതേപോലെ തന്നെ ഗേറ്റ് നമുക്ക് എഡ്ജ് ട്രിഗർ ഓർ ലെവൽ ട്രിഗർ ആണെങ്കിൽ, സപ്പോസ് ഇത് 1 ആണെങ്കിൽ ഇത് 0 ആയിരിക്കും, എഗെയിൻ ഇത് 1 ആണ്, നമുക്ക് ഔട്ട്പുട്ട് 1 ആയിരിക്കും, ഇത് 1 ആവും, ഓൺ ആവും. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഒരു ടൈമർ ഓർ കൗണ്ടർ ലോജിക് ഡയഗ്രാം ഈ രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫുൾ വർക്കിംഗ് ഓഫ് ടൈമർ ഈ ലോജിക് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നിങ്ങൾക്ക് ടൈമറിൽ ഫുൾ മാർക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിഗറും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബെറ്റർ ആൻഡ് യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്സ്. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമറിനകത്ത് വരുന്ന 4 മോഡുകളാണ്. ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് 4 മോഡ്സ് ആണ് ടൈമറിനകത്ത് വരുന്നത്. ഓക്കെ, ഓരോ മോഡും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് മോഡ് 0 എന്ന് പറയുന്നത്. ഓക്കെ, മോഡ് 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 13-bit ടൈമർ മോഡ്. ഓക്കെ, 13-bit ടൈമർ മോഡാണ് വരുന്നത്. സോ ശ്രദ്ധിക്കുക, ഇതിൽ TLX ആൻഡ് THX വരുന്നുണ്ട്. TLX എന്ന് പറയുന്നത് 5 ബിറ്റും THX എന്ന് പറയുന്നത് 8 ബിറ്റും ആണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യം TL ആയിരിക്കണം, പിന്നെയാണ് TH വരേണ്ടത്. ഫിഗർ വരച്ചു വെക്കുന്ന സമയത്ത് ആദ്യം THഉം പിന്നെ TL-ഉം വരച്ചു വെച്ചാൽ അത് റോങ് ആയിരിക്കും. സോ അതുകൊണ്ട് ഡ്രോ ചെയ്യുന്ന സമയത്ത് ലോവർ ബൈറ്റ് ആദ്യം കൊടുക്കുക, ഹയർ ബൈറ്റ് അതിനുശേഷം കൊടുക്കുക. സോ ഇൻക്രിമെന്റ് നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമ്മളെ കൗണ്ടിങ്ങിൽ എപ്പോഴും ആദ്യം ലോവർ ബൈറ്റ് ആണ് ഇൻക്രിമെന്റ് ചെയ്യുക. മേ ബി 5 എന്ന് പറഞ്ഞൊരു നമ്പർ ഇൻക്രിമെന്റ് ചെയ്യാന്ന് വിചാരിക്കുക.
സോ 5 5 5 6 7 8 എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇൻക്രിമെന്റ് പോയി എഫ് ആയി. അതിനുശേഷം എന്താ സംഭവിക്കുക, ദെൻ 6 0 1 2 അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്താണ് പോവുക. സോ ആദ്യം ലോവർ ബിറ്റ് ആണ് ഇൻക്രിമെന്റ് നടക്കുന്നത് അല്ലേ. സോ ലോവർ ബിറ്റ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓവർഫ്ലോ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. സോ ലോവർ ബിറ്റ് ഓവർഫ്ലോ ചെയ്യുമ്പോഴാണ് ഹയർ ബിറ്റ് ഇൻക്രിമെന്റ് ആവുന്നത് അല്ലേ. സോ അതാണ് ഇവിടെ സംഭവിക്കുക. ആദ്യം ഈ ലോവർ ബിറ്റ് 5 ബിറ്റ് ഇൻക്രിമെന്റേഷൻ നടക്കുന്നു, അതിന്റെ ഓവർഫ്ലോ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഹയർ ബിറ്റ് ഇൻക്രിമെന്റ് ആവുന്നു. ഈ ഹയർ ബിറ്റും ഓവർഫ്ലോ ചെയ്താലാണ് നമുക്ക് അവിടെ ടൈമർ ഓവർഫ്ലോ സംഭവിക്കുന്നത്. ഓക്കെ, ടൈമർ ഓപ്പറേറ്റ്സ് ഇൻ 30 ബിറ്റ് ടൈമർ, uses THX 8 bits and TLX as 5 bits. So maximum count എന്ന് പറയുന്നത് നമുക്ക് 8 + 5 13 ആണ് വരുന്നത്. സോ 2⁻13 നമുക്ക് 8192 കൗണ്ട്സ് ആണ് അവിടെ കിട്ടുക. സോ ഇവിടെ മോഡ് 0യിൽ ടൈമർ നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കൗണ്ടിങ് 0000 to 1FFF വരെയാണ് അവിടെ സംഭവിക്കുക. സോ 5 ബിറ്റ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് TLX എന്ന് പറയുന്നത് 5 ബിറ്റ്സ് ആണ് വരുന്നത് അല്ലേ. ദാറ്റ് ഇസ് 11111 5 വൺസ് ആണ് നമുക്ക് അവിടെ വരിക. ദാറ്റ് ഇസ് അപ് ടു 31 വരെയാണ് നമുക്ക് അത് സംഭവിക്കുക. സോ 0 to 31 വരെയാണ് നമുക്ക് അവിടെ കൗണ്ടിങ് നടക്കുക. സോ ടോട്ടൽ നമുക്ക് 32 എന്ന് പറയുന്ന ഒരു നമ്പറാണ് അവിടെ വരുന്നത്. സോ നിങ്ങൾ വണ്ടർ ചെയ്യുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇത് 5 ബിറ്റ് 8 ബിറ്റ് എന്തുകൊണ്ടില്ല. 8 ബിറ്റിന് നമുക്ക് മോഡ് വരുന്നുണ്ട്, പക്ഷേ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിനകത്ത് ഈ 32 എന്ന് പറയുന്ന നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളത് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. സോ ഈ 32 പൾസ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ലോവർ ബിറ്റ് എന്ന് പറയുന്നത് 5 ബിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. സോ ഈ 32 കൗണ്ടിങ് നമുക്ക് അവിടെ വരുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഈ ലോവർ ബിറ്റ് 5 ബിറ്റും ഹയർ ബിറ്റ് 8 ബിറ്റും നമ്മൾ എടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് TLX കൗണ്ട് ഇൻ സ്റ്റെപ്സ് 0 to 31 റീസെറ്റ്സ് ടു 0. 31 കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അഗെയിൻ 0യിലേക്ക് പോകും ആൻഡ് ദെൻ ഇൻക്രീസ് ദ TLX. ഞാൻ പറഞ്ഞു ലോവർ ബിറ്റ് എപ്പോഴാണോ കംപ്ലീറ്റ് ആവുന്നത് ഹയർ ബിറ്റ് അതിനുശേഷമാണ് ഇൻക്രിമെന്റ് നടക്കുന്നത്. അങ്ങനെ ഹയർ ബിറ്റ് എപ്പോഴാണോ ഓവർഫ്ലോ ചെയ്യുന്നത് എന്ത് സംഭവിക്കും, നമ്മുടെ ടൈമർ ഫ്ലാഗ് കയറിയിട്ട് സെറ്റ് ആവും. ബിക്കോസ് ഓഫ് ദ നാരോ കൗണ്ട് റേഞ്ച് ഓഫ് 8192 ഇറ്റ് റെയർലി യൂട്ടിലൈസ്ഡ്. സോ നമ്മൾ ഷോർട്ട് ഡിലേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോഡാണ് മോഡ് 0 എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് മോഡ് 1. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബിറ്റ് ആണ്. ദാറ്റ് ഈസ് 16 ബിറ്റ് ടൈമർ മോഡാണ്. സോ 16 ബിറ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് എത്രയാണ് വരുന്നത്, 0000 to FFFF വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും മാക്സിമം കൗണ്ട് കിട്ടുന്ന മോഡാണ് മോഡ് 1 എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതും നമ്മൾ ടൈമറിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള മോഡാണ് മോഡ് 1 എന്ന് പറയുന്നത്. ഓക്കെ, മോഡ് 1 ആണെങ്കിൽ നമ്മുടെ ബിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 01 എന്ന് പറഞ്ഞിട്ടുള്ള ബിറ്റ് ആയിരിക്കും. മോഡ് 0 ആണെങ്കിൽ 00 എന്നുള്ള ബിറ്റ് ആയിരിക്കും. സോ ടൈമർ 0 ആൻഡ് ടൈമർ 1 ആർ സെറ്റ് അപ്പ് ടു 16 ബിറ്റ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം രണ്ടും 8 ബിറ്റ് ആണ്. ഓക്കെ, സോ ലോവർ ബിറ്റ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നെക്സ്റ്റ് ഹയർ ബിറ്റ് ഇൻക്രിമെന്റേഷൻ നടക്കും. അങ്ങനെ പോയി അവസാനം ഹയർ ബിറ്റ് ഓവർഫ്ലോ ആവുന്ന സമയത്താണ് എന്ത് സംഭവിക്കുക, നമ്മുടെ ടൈമർ ഫ്ലാഗ് കയറി സെറ്റ് ആവുക. സോ അവിടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് TLX യൂസ് ഓൾ ദ 16 ബിറ്റ് ടു കൗണ്ട് ഫ്രം 0 to 255 ആൻഡ് റീസെറ്റ് ടു 0. 255 കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 0യിലേക്ക് പോകും. Okay, because of its large range of values, it is frequently utilized for variety of timing jobs. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മോഡ് എന്ന് പറയുന്നത് ഈ ഒരു മോഡാണ്. ഓക്കെ, അടുത്ത മോഡ് എന്ന് പറയുന്നതാണ് മോഡ് 2. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഇറ്റ് ഇസ് 8 ബിറ്റ് ടൈമർ ഓർ കൗണ്ടർ വിത്ത് എ റീലോഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ ഞാൻ നേരെയല്ല എഴുതിയിട്ടുള്ളത്, ഇവിടെ ലോവർ ബിറ്റ് ഇവിടെയും ഹയർ ബിറ്റ് ഇതിന്റെ താഴെയുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ട ടൈമറും ഇനി നമ്മൾ അടുത്ത കാണുന്ന ടൈമറും എല്ലാ ടൈമറും എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടൈമിംഗ് കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് എനിക്ക് ചില പ്രോസസ്സ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കണം. ഓക്കെ, മേ ബി 10 സെക്കൻഡ് ഗ്യാപ്പിൽ എനിക്കൊരു LED ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ടൈമിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന ഒരു മോഡാണ് ദിസ് മോഡ്. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ് വർക്ക് ആസ് എൻ 8 ബിറ്റ് ടൈമർ. സോ അവിടെ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TLX ആൻഡ് THX, അതിൽ TLX എന്ന് പറയുന്നത് ഒരു കൗണ്ടർ ആയിട്ട് ആക്ട് ചെയ്യും. THX എന്ന് പറയുന്നത് അവിടെ ഒരു റീലോഡ് വാല്യൂ ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ നമ്മൾ TLXലും THXലും രണ്ടിലും നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വാല്യൂ ലോഡ് ചെയ്യും. ആൻഡ് കൗണ്ടിങ് നടക്കുന്ന സമയത്ത് TLXന്റെ കൂടെ തന്നെ THXും കൗണ്ടിങ് നടക്കും. ഓക്കെ, സോ ഈ കൗണ്ടിങ് നടന്ന് സപ്പോസ് TLX ഓവർഫ്ലോ ആയി എന്ന് വിചാരിക്കുക. ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ ഇറ്റ് സെൻസ് എ സിഗ്നൽ, അതിന്റെ കൂടെ തന്നെ ഒരു റീലോഡ് സിഗ്നലും കൂടെ സെൻഡ് ചെയ്യും. ഈ റീലോഡ് സിഗ്നൽ എവിടേക്കാണ് പോകുന്നത്, ഈ THXലേക്കാണ് പോകുന്നത്. സോ റീലോഡ് സിഗ്നൽ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ FFF വരെ കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് ഓവർഫ്ലോ സംഭവിക്കുന്നത്. അതിനുശേഷം നമുക്ക് എഗെയിൻ റീലോഡ് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ആ റീലോഡ് വാല്യൂ നമുക്ക് ഇവിടെയുള്ള അതേ വാല്യൂ തന്നെയായിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാവുക. ആ റീലോഡ് വാല്യൂ എന്ത് സംഭവിക്കും, അത് ഈ TLXനകത്തേക്ക് റീലോഡ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ പാരലലി രണ്ട് കൗണ്ടിങ് ആണ് അവിടെ സംഭവിക്കുക, TLXലും
THX-ലും. ഇത് ടൈമർ 0 ആണെങ്കിൽ TL0 വരും, ടൈമർ 1 ആണെങ്കിൽ TL1 വരും. ഓക്കെ, ദാറ്റ് ഇസ് TLX കൗണ്ട് ഫ്രം ഇനീഷ്യൽ വാല്യൂ. വെൻ ഓവർഫ്ലോ occurs, TLX ഓട്ടോമാറ്റിക്കലി റീലോഡ് വാല്യൂ ഫ്രം THX. നമ്മൾ പറയുന്ന ആ ഒരു ഡിലേയിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് സംഭവിക്കും? ടൈമർ മോഡിൽ ടൈമർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ ഓവർഫ്ലോ സംഭവിക്കുന്നോ അപ്പം ഓവർഫ്ലോ സിഗ്നൽ കൊടുക്കുന്നു. ഈ ഓവർഫ്ലോ സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ പ്രോസസറിന്റെ ISRൽ പോയിട്ട് അത് വർക്ക് ചെയ്യും. എഗെയിൻ ഇവിടെ ടൈമർ കൗണ്ടിങ് നടക്കുന്നുണ്ടാവും. അതിനുശേഷം എപ്പോൾ ഓവർഫ്ലോ സംഭവിക്കുന്നോ ഇറ്റ് വിൽ എഗെയിൻ സെൻഡ് സിഗ്നൽ. സോ ഒരു റീലോഡിംഗ് പ്രോസസ്സ് വരുന്ന ഒരു ഓപ്പറേറ്റിംഗ് മോഡാണ് ഈ ഒരു മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എത്ര മേ ബി 10 സെക്കൻഡ്സ് ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 10 സെക്കൻഡ് നമ്മൾ അവിടെ കൊടുക്കുന്നു. ഓരോ 10 സെക്കൻഡ്സിലും ഈ ഓവർഫ്ലോ ഫ്ലാഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. മറ്റൊരു മോഡിലും ഈ ഒരു റീലോഡിംഗ് പ്രോസസ്സ് ഇല്ല. മോഡുകളിലൊക്കെ എന്താ സംഭവിക്കുക കഴിഞ്ഞാൽ നമ്മളൊരു ടൈമർ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കൗണ്ട് അവിടെ കൗണ്ട് ചെയ്തതിന് ശേഷം ടൈമർ അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുക. പക്ഷേ ഈ ഒരു മോഡിൽ അത് സ്റ്റോപ്പ് ആവില്ല, അത് ഓവർലോഡ് ചെയ്ത് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് മോഡ് 2 എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി മോഡ് 3 എന്ന് പറയുന്നത് ദർ ഇസ് 2 8-bit ടൈമർ. സോ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈമർ 0നെ അവിടെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ടൈമർ 0 ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ മാത്രം ഞാൻ TL0 ആൻഡ് TF0 എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതിന് മുമ്പുള്ള ഫിഗറിലൊക്കെ TLX THX എന്നൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടൈമർ 0നെ സ്പ്ലിറ്റ് ചെയ്ത് 2 ടൈമറായിട്ട് യൂസ് ചെയ്യാണ്. സോ ബേസിക്കലി നമുക്കിവിടെ 3 ടൈമർ കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ടൈമർ 0നെ നമ്മൾ TL0 ആൻഡ് TH0 എന്ന് പറഞ്ഞ 2 ടൈമർ ആക്കും. അതുപോലെ നമുക്ക് ദർ ഇസ് അനദർ ടൈമർ 1. സോ നമ്മൾ കുറച്ചുകൂടെ ഗ്രീഡി ആയിട്ട് ഒരു 3 ടൈമർ 8051 തന്നെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ടൈമർ 0നെ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് 8-ബിറ്റിന്റെ 2 ടൈമറാണ് അവിടെ കിട്ടുക. ഓക്കെ, സോ 2 ടൈമർ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അവിടെ ടൈമർ ഫ്ലാഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എടുക്കുക. സോ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ TL0ക്ക് നമ്മൾ ടൈമർ 0ന്റെ ഫ്ലാഗ് TF0 എന്ന് പറഞ്ഞ ഫ്ലാഗ് എടുക്കും. ഇതിലെ സെക്കൻഡ് ടൈമർ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ TF1 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ടൈമർ 1ന്റെ ഫ്ലാഗും യൂസ് ചെയ്യും. സോ ഈ ഒരു മോഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടൈമർ 1ന് ഓവർഫ്ലോ ഫ്ലാഗ് വർക്ക് ചെയ്യില്ല. ഓക്കെ, അതൊരു ജസ്റ്റ് ഒരു ടൈമറായിട്ട്, ഓവർഫ്ലോ ആകാത്ത ഒരു ടൈമറായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുക. അങ്ങനെയുള്ള ടൈമർ ബേസിക്കലി സീരിയൽ കമ്മ്യൂണിക്കേഷനകത്താണ് യൂസ് ചെയ്യുക. സോ അത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് അവിടെ മോഡ് 3യിൽ എന്താ സംഭവിക്കുക? 3 ടൈമറാണ് കിട്ടുക. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്തൊരു മോഡാണ്, പക്ഷെ നമുക്ക് മോർ ടൈമേഴ്സ് ആവശ്യം വരുന്ന സമയങ്ങളിൽ നമ്മൾ ഈ മോഡ് 3 യൂസ് ചെയ്യും. സോ ഇതാണ് 3 മോഡ്സ് എന്ന് പറയുന്നത് ഇൻ 8051 ടൈമേഴ്സ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മോഡുകളാണ്. സോ ഇത്രയാണ് നമുക്ക് ടൈമറിനകത്ത് തിയറി സൈഡിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ടൈമറിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ ടൈമറിന്റെ പ്രോഗ്രാമിംഗ് എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഞാനിവിടെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യന് റൈറ്റ് ആൻ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ടു ജനറേറ്റ് എ സ്ക്വയർ വേവ് ഓഫ് 1 kHz ഓൺ എ ഡിസ്പ്ലേ ഡിവൈസ് കണക്റ്റഡ് ടു പോർട്ട് 1.2. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ ചോദിച്ചിട്ടുള്ളതാണ്. റൈറ്റ് ആൻ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ഓഫ് for 8051 microcontroller to generate a continuous square wave having 50% duty cycle. രണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, സെയിം ആൻസർ ആണ് വരിക, പക്ഷെ 2 രീതിയിൽ ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഇതും സെയിം തന്നെ. നമുക്ക് P1.2 എന്ന് പറയുന്ന പിന്നിൽ നമുക്ക് ടൈമറിനകത്ത് പ്രോഗ്രാമിംഗ് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ മാത്രമേ ചോദിക്കുകയുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഈ ഡ്യൂട്ടി സൈക്കിൾ ചേഞ്ച് ചെയ്യാൻ പറയുമെന്നല്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും ഓൺലി തിങ് നമുക്ക് അതിനകത്ത് കൊടുക്കുന്ന വാല്യൂസിൽ മാത്രമേ ചേഞ്ച് വരുള്ളൂ. പ്രോഗ്രാമിങ്ങിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും നമുക്ക് അവിടെ വരിക. സോ ഈ ഒരു പ്രോബ്ലം എങ്ങനെ പ്രോഗ്രാമിംഗ് ചെയ്യുന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ജനറേറ്റ് എ സ്ക്വയർ വേവ് ഓഫ് 1 kHz എന്നാണ്. സോ 1 kHzന്റെ സ്ക്വയർ വേവ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അതിന്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് 1 kHz ആണ് വരിക. 1 kHz ഈസ് നത്തിങ് ബട്ട് 1 milliseconds അല്ലെ. 1K എന്ന് പറയുന്നത് 1 × 10⁻³ ആണ്. സോ അത് ഡിവൈഡഡ് ബൈ F എന്ന് പറയുന്നത് 1/T കാണുമ്പോൾ നമുക്ക് എന്ത് വരും? 1 millisecond ആണ് വരിക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 50% ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് ഹാഫ് ഓഫ് ദാറ്റ് ഈസ് 1 ആൻഡ് അനദർ ഹാഫ് ഇസ് 0. അത് തിരിച്ചും വരാം അല്ലേ. സോ നമുക്ക് എന്ത് പറയാം? 0.5 kHz എന്ന് പറയുന്നത് ഒരു ഹാഫ് ആയിരിക്കും. അടുത്ത 0.5 kHz എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 0.5 millisecond ആണ് അവിടെ വരിക അല്ലേ. സോ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? 8051 2 ടൈമർ ഉണ്ട്. അതിലുള്ള പോർട്ട് P1.2 എന്ന് പറയുന്ന പോർട്ടിലൂടെ എനിക്ക് ഒരു സ്ക്വയർ വേവ് ഓഫ് 1 kHz ജനറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ടൈമറിനകത്തേക്ക് കൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സപ്പോസ് നമ്മളിവിടെ ടൈമർ 0 ആണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഇൻ മോഡ് 1 നമ്മളിവിടെ മോഡ് 1 കൺസിഡർ ചെയ്യുകയാണ്. സപ്പോസ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് അതൊന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്കത് ഇഷ്ടം പോലെ അസ്യൂം ചെയ്ത് ചെയ്യാവുന്നതാണ്.
ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ അസ്യൂം എക്സ്ട്രാൾ ഇസിക്കൽ ടു 12 മെഗാ ഹെർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 8051 ഓപ്പറേറ്റ് ചെയ്യുന്നത് 12 മെഗാ ഹെർട്സിലാണെന്നും അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സപ്പോസ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് വേണ്ട കൗണ്ടിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് എഫ് ഓസിലേറ്റർ, ഈ ഓസിലേറ്റർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 12 മെഗാ ഹെർട്സ് ആണ്. സോ അതിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്, എന്നാലാണ് നമുക്കൊരു കൗണ്ട് നമുക്കവിടെ കിട്ടുക, അല്ലേ? സോ നമ്മളിവിടെ 12 മെഗാ ഹെർട്സ് തന്നെ അസ്യൂം ചെയ്യുകയാണ്. ഈ ക്വസ്റ്റനിൽ നമുക്കത് തന്നിട്ടുമുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 12 ഡിവൈഡഡ് ബൈ 12 വരുന്ന സമയത്ത് നമുക്ക് കൗണ്ടിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മെഗാ ഹെർട്സ് ആണ് വരിക. ദാറ്റ് മീൻസ് 1 കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 1 മെഗാ ഹെർട്സ്. ഓക്കെ, സോ നമുക്ക് വേണ്ട റിക്വയർഡ് ഡിലേ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമുക്ക് ഒരു സ്റ്റേറ്റ് ഈ ഒരു ഡിലേ വേണം, ആൻഡ് അടുത്ത സ്റ്റേറ്റിൽ ഈ സ്റ്റേറ്റ് മാറിയിട്ട് അടുത്ത വാല്യൂയിലേക്ക് പോകണം. സോ 1 മാറിയിട്ട് 0 ആവണം. സോ ആദ്യത്തെ കേസിൽ എനിക്ക് 1 വരണം, അത് ഒരു ഇത്രയും 0.5 മില്ലി സെക്കൻഡ് കീപ്പ് ചെയ്യണം. അതിനുശേഷം 0യിലേക്ക് മാറിയതിന് ശേഷം എഗെയിൻ 0.5 മില്ലി സെക്കൻഡ് അവിടെ ഡിലേ വേണം. അതിനുശേഷം എഗെയിൻ എന്ത് ചെയ്യും? വാല്യൂ 1 ആവും, എന്നിട്ട് അത് 0.5 മില്ലി സെക്കൻഡ്സ് വരും. അങ്ങനെ ഡിലേ ജനറേറ്റ് ചെയ്ത് പോവാണ് വേണ്ടത്. സോ നമ്മുടെ 1 കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 1 മെഗാ ഹെർട്സ്. ഓക്കെ, സോ നമുക്ക് വേണ്ട ഡിലേ എന്ന് പറയുന്നത് എത്രയാണ്? 0.5 മില്ലി സെക്കൻഡ്സ് ആണ്, അല്ലേ? സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 500 മൈക്രോ സെക്കൻഡ്സ്. സോ ദാറ്റ് മീൻസ് എനിക്ക് എത്ര കൗണ്ട് വേണം? അവിടെ ഡിലേ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 500 കൗണ്ട്സ് ആണ് എനിക്ക് വേണ്ടത്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് വേണ്ട കൗണ്ട് എന്ന് പറയുന്ന 500 കൗണ്ട്സ് ആണെങ്കിൽ കൗണ്ട് നീഡഡ് ഇസ് ഈക്വൽ ടു മാക്സിമം കൗണ്ട് മൈനസ് ഡിസൈഡ് കൗണ്ട് പ്ലസ് 1 ആണ്. സോ മാക്സിമം കൗണ്ട് എന്ന് പറഞ്ഞാൽ 65K ആണല്ലോ. സോ 65,535 ഈ ഒരു നമ്പർ പഠിച്ചിരിക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും കാൽക്കുലേഷൻ ചെയ്യുക ടൈമറിൽ. സോ 65,535 മൈനസ് 500. സോ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് ആ വാല്യൂ വേണം ഇവിടെ കൊടുക്കുക. സോ നമുക്കിവിടെ 50% ഡ്യൂട്ടി സൈക്കിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് എന്താണ്? 500 കൗണ്ട്സ് ആണ്. സോ 500 പ്ലസ് 1 വരും. സോ ഇത് നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനേ ഉള്ളൂ. നമുക്ക് വാല്യൂ കിട്ടും. ഈ വാല്യൂവിനെ നേരെ ഹെക്സിലേക്ക് മാറ്റുക, അതും നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഈ വാല്യൂ ആണ് നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ നമുക്ക് സ്ക്വയർ വേവ് വിത്ത് 50% ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന കൗണ്ട് എന്താണ്? FE0C ആണ്. സോ നമുക്ക് ഇതിന്റെ അൽഗോരിതം ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മെയിൻ പ്രോഗ്രാം അവിടെ എഴുതാണ്. ദാറ്റ് ഈസ് ക്ലിയർ ചെയ്യാണ്. അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഞാൻ അവിടെ 0 ആയിട്ട് സെറ്റ് ചെയ്യാണ്. ഓക്കെ, പോർട്ട് P1.2ൽ ഞാൻ ഔട്ട്പുട്ട് 0 ആയിട്ട് കൊടുക്കുകയാണ്. ദെൻ ഐ എം കോളിങ് എ ഡിലേ. ഈ ഒരു ഡിലേ ഉള്ള സമയത്ത് ഔട്ട്പുട്ട് എപ്പോഴും 0 തന്നെ ആയിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ 0 ആയിട്ടാണ് വരിക. ആ ഒരു ഡിലേ എനിക്ക് അവിടെ അത്രയും നേരം കിട്ടുന്നു. അതിനുശേഷം അഗെയിൻ ഞാനത് സെറ്റ് ചെയ്യാണ്. സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഔട്ട്പുട്ട് 0 എന്നുള്ളത് 1 ആവും. ഓക്കെ, 1 ആയിട്ട് അഗെയിൻ ഐ എം കോളിങ് എ ഡിലേ. സോ ഡിലേ ഇങ്ങനെ നടക്കുന്നു. ഓക്കെ, ദെൻ ഈ ഒരു പ്രോസസ്സ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്. സോ അടുത്ത വാല്യൂയിൽ എന്ത് വരും? അത് ക്ലിയർ ആവും ആൻഡ് ഇറ്റ് കീപ് സം ഡിലേ. ദെൻ അഗെയിൻ അത് സെറ്റ് ആവും, അതിന് ഡിലേ ആവും, പിന്നെ അത് ഡൗൺ ആവും, പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു? സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാണ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് ഈ ഡിലേ, ഈ കോൾ ഡിലേ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ. നമ്മളൊരു എക്സ്ട്രാ ഫംഗ്ഷൻ ആയിട്ട് അവിടെ എഴുതിയിരിക്കുന്നതാണ്. സോ ആ ഡിലേ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കാം. സോ ഡിലേയിൽ നമ്മൾ ഈ പറയുന്ന സ്റ്റെപ്പുകൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിരിക്കും. നമ്മൾ അതിലേക്ക് ലോഡ് ചെയ്യുന്ന വാല്യൂ മാത്രമേ വ്യത്യാസമുള്ളൂ. സോ ഡിലേയിൽ നമ്മൾ ആദ്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈമർ 0 ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ മോഡ് 1 ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ടൈമർ 0 ആണ് എടുക്കുന്നതെന്നും അതുപോലെ തന്നെ ടൈമർ 0 മോഡ് 1ലാണ് വർക്ക് ചെയ്യുന്നതെന്നും നമ്മളവിടെ പറഞ്ഞു കൊടുക്കണം. സോ അത് നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? നമ്മൾ ടി മോഡ് എന്ന് പറഞ്ഞ രജിസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ടി മോഡ് എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്തേക്ക് നമ്മൾ 0-1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുകയാണ്. എങ്ങനെയാണ് 0-1 എന്ന് പറഞ്ഞ വാല്യൂ വരുന്നത്? നമുക്കറിയാം ടൈമർ 0 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും സാധനം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് ഫോർ ടൈമർ 1. നമുക്ക് വേണ്ട 4 ബിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നമുക്ക് മോഡ് 1 ആണെങ്കിൽ എന്താണ് അതിന്റെ മീനിങ് ഞാൻ പറഞ്ഞിരുന്നു. ബിറ്റ് 0-1 ആണെങ്കിൽ നമുക്ക് മോഡ് 1ലാണ്. സോ M1 എന്ന് പറയുന്ന 0യും M0 എന്ന് പറയുന്ന 1ഉമായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈമർ 0 മോഡ് 1ൽ വർക്ക് ചെയ്യുകയാണെന്ന് നമുക്ക് പറയാം. അതിന് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മൂവ് ടി മോഡ് 01H. ഓക്കെ, സോ നമ്മൾ ടൈമർ 0 എന്നുള്ളത് സെറ്റ് ചെയ്തു, മോഡ് 1 ആണെന്നുള്ളത് സെറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുക എന്താണ്? നമ്മൾ ആ കൗണ്ട് ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ലോഡ് ചെയ്യേണ്ട കൗണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് അല്ലേ? FE0C എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആയിരുന്നു അല്ലേ? FE0Cയിൽ FE എന്ന് പറയുന്ന ഹയർ ബിറ്റ് ആണ്, 0C എന്ന് പറയുന്നത് ലോവർ ബിറ്റ് ആണ്. സോ TL0യിൽ നമ്മൾ 0C മൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ FE എന്ന് പറയുന്ന വാല്യൂ TH0യിൽ മൂവ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ 0 വരുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. FE എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അത് ഒരു നമ്പർ ആണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഫ്രണ്ടിൽ ഒരു 0 ഇടുകയാണെന്നുള്ളതൊക്കെ നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. ടൈമറും മോഡും സെറ്റ് ചെയ്തതിനു ശേഷം ലോഡ് ചെയ്യേണ്ട വാല്യൂ നമ്മളവിടെ ലോഡ് ചെയ്യാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എന്താണ് ടൈമർ 0 ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ. സോ നമ്മുടെ TCON എന്ന് പറയുന്നതിനകത്ത് TR0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിറ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ TR0 മാത്രം 1 ആവും, ബാക്കിയുള്ളതൊന്നും നമുക്ക് ആവശ്യമുള്ള സാധനമല്ല. ഈ റൈറ്റ് സൈഡിലേക്കുള്ളതൊക്കെ ഇന്ററപ്റ്റ് ആണ്. സോ അതൊക്കെ നമ്മൾ 0 കൊടുക്കുന്നു. ഇവിടെ TR0 ടൈമർ 0 ആണ് നമ്മൾ ഓൺ ആക്കുന്നത്. സോ ഇത് 1 കൊടുക്കും. സോ അഥവാ നമ്മൾ ടൈമർ 1 ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ബിറ്റ് ആയിരിക്കും 1 കൊടുക്കുക, ഇത് നമ്മൾ 0 കൊടുക്കും. ഓക്കെ, സോ നമ്മുടെ ഇൻസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കും, മൂവ് TCON, 10H എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. ഈ 3 സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമ്മൾ ടൈമർ സെറ്റ് ചെയ്യുക, ലോഡ് ചെയ്യുക വാല്യൂ, ദെൻ സ്റ്റാർട്ട് ദ ടൈമർ. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം അല്ലേ. സോ നമുക്ക് ഓവർഫ്ലോ എപ്പോഴാണോ സംഭവിക്കുക, നമുക്കിവിടെ ഓവർഫ്ലോ ഫ്ലാഗ് TF0 എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ ഫ്ലാഗ് എപ്പോൾ 1 ആവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഓവർഫ്ലോ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓവർഫ്ലോ നടന്നിട്ടില്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സൈക്കിൾ നടന്നുകൊണ്ടിരിക്കും. ഇറ്റ്സ് ഹാപ്പനിങ് ദ ഡിലേ. ഓക്കെ, വെനെവർ ദിസ് ഓവർഫ്ലോ ഹാപ്പൻസ്, TF0 എന്ന് പറയുന്നത് 1 ആവുകയാണെങ്കിൽ ആ റൺ ബിറ്റ് നമ്മൾ TR0 എന്ന് പറയുന്നത് എനേബിൾ ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ പിടിച്ച് ഡിസേബിൾ ആക്കുക. അതുപോലെ തന്നെ TF0 എന്ന് പറയുന്നത് ക്ലിയർ ചെയ്യുക. നമ്മളെ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ വാല്യൂസ് ഒക്കെ ജസ്റ്റ് ക്ലിയർ ചെയ്യണം. സോ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, CLR എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ട്. TR0 ക്ലിയർ ചെയ്ത് CLR TF0 കൊടുക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സിനകത്ത് നടക്കുന്നത്. സോ എങ്ങനെയാണ് ഈ പ്രോഗ്രാം എഴുതുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. സോ ഈ പ്രോഗ്രാം നമുക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. സോ ഇതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ആദ്യം വാല്യൂ ക്ലിയർ ചെയ്യാണ്, നമ്മൾ പിന്നെ ആ ഡിലേ കോൾ ചെയ്യാണ്, അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്തു, ദെൻ അഗെയിൻ ഡിലേ കോൾ ചെയ്യാണ്, ആൻഡ് നമ്മൾ ഈ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. SJMP മെയിൻ നമ്മൾ കോൾ ചെയ്യാണ്. സോ എന്ത് സംഭവിക്കും, ഇവിടുന്ന് പിന്നെ നേരെ ഇങ്ങോട്ട് ചാടും, ആ സ്ക്വയർ വേവ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, സ്ക്വയർ വേവ്. ഓക്കെ, ആ ഡിലേയിൽ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ T മോഡിലാക്കി ഈ വാല്യൂ കൊടുക്കുന്നു, നമ്മൾ ടൈമർ 0 സെലക്ട് ചെയ്തു, മോഡ് 1 സെലക്ട് ചെയ്തു, ദെൻ നമ്മൾ ആ വാല്യൂ നമുക്ക് വേണ്ട കൗണ്ട് ചെയ്യാണ്. ആദ്യം ലോവർ ബിറ്റ് ലോഡ് ചെയ്തു, ഹയർ ബിറ്റ് ലോഡ് ചെയ്തു, ദെൻ അതിനുശേഷം TCON നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ദെൻ നമ്മൾ ചെയ്യുന്ന ഒരു വെയിറ്റ് ആണ് അവിടെ നടക്കുന്നത്. സോ TF0 എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യാണ്. JNB എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ TF0 എന്നുള്ളത് 1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ചെക്ക് ചെയ്തിട്ട് 1 അല്ലെങ്കിൽ ഈ ലൈനിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 1 ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, തൊട്ടടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് പോകും ആൻഡ് TR0 ക്ലിയർ ചെയ്യുന്നു, TF0 ക്ലിയർ ചെയ്യുന്നു. സോ ഇതെങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ്വെയറിൽ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഞാനിവിടെ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. സോ കീലിനകത്താണ് ഞാനിത് എഴുതിയിട്ടുള്ളത്. പ്രീവിയസ് ലെക്ചേഴ്സിൽ കീലിൽ എങ്ങനെ പ്രൊജക്ട് ഓപ്പൺ ചെയ്യണമെന്നും പ്രോഗ്രാം എങ്ങനെ ടൈപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം സേവ് ചെയ്യാണ്. ഞാനിവിടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അറിയാം, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫയൽ ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഞാനിത് ആഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ജസ്റ്റ് ബിൽഡ് ചെയ്യാണ് ആദ്യം. സോ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ എറേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, നൗ ഡീബഗ്, സ്റ്റാർട്ട് ഡീബഗ് കൊടുക്കുകയാണ്. സോ ഡീബഗ് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഞാൻ ലോജിക് അനലൈസർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലോജിക് അനലൈസർ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുക. സോ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ലോജിക് അനലൈസർ കാണാം. അതുമല്ലെങ്കിൽ ഇവിടെ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ അനലൈസ് വിൻഡോയിൽ ലോജിക് അനലൈസർ ഉണ്ട്, ഇതും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വരും. അതിനുശേഷം ഇവിടെ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എനിക്ക് P1 എന്ന് പറയുന്ന P1.2-ലാണല്ലോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഔട്ട്പുട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ പോർട്ട് ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. സപ്പോസ് ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഇവിടെ ജസ്റ്റ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കേഴ്സർ വരും, അവിടെ ജസ്റ്റ് P1.2 എന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഈ അനലോഗ് എന്നുള്ളത് മാറ്റി ബിറ്റ് ആക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ ഇവിടെ സെലക്ട് ചെയ്യുക. ഡിഫോൾട്ടായിട്ട് റെഡ് ആയിരിക്കും വരിക. സോ ജസ്റ്റ് നിങ്ങൾക്ക് ഇനി മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഏത് നമ്പറാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക, ക്ലോസ് കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാണ്. ഇവിടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഓപ്ഷൻസിൽ പോയിട്ട് ക്ലോക്ക് പൾസ് 12 MHz എന്നുള്ളത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ളത് ടിക്ക് ചെയ്യാനും മറക്കരുത്. ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. സോ ഇത് കൊടുക്കാൻ മറക്കാതിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഡീബഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഡീബഗിനകത്ത് ഞാൻ ഈ ലോജിക് അനലൈസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സെറ്റപ്പിനകത്ത് പോയിട്ട് ഈ സാധനം ലോഡ് ചെയ്തിട്ടുണ്ട്, P1.2 ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡീബഗിനകത്ത് പോയിട്ട് ഇത് ജസ്റ്റ് റണ്ണ് കൊടുക്കാം. സോ റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യും. ഇത് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് അനലൈസ് ചെയ്യണമെങ്കിൽ അനലൈസ് ചെയ്യാം. ഇനി സൂം ഇൻ സൂം ഔട്ട് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈമർ സെക്ഷൻ യൂസ് ചെയ്തിട്ട് ടൈമർ യൂസ് ചെയ്തിട്ട്
സ്ക്വയർ വേവ് ജനറേറ്റർ ജനറേറ്റ് ചെയ്യുക. നമ്മൾ ഇതിനു മുമ്പും സ്ക്വയർ വേവ് ജനറേഷൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ടൈമർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് ഇപ്പോഴാണ്. ഓക്കെ, നൗ ജസ്റ്റ് ഡീബഗിൽ പോയിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ഡീബഗിനകത്ത് ഡീബഗും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ പ്രോഗ്രാം സ്റ്റോപ്പ് ആവും. സോ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, സോ ടൈമർ സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 8051 അതിൻ്റെ പ്രോഗ്രാമും അതേപോലെ തന്നെ തിയറിയും ഏത് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ